ചാലിയാർ പുഴ കരകവിഞ്ഞൊഴുകിയപ്പോൾ തകർത്തെറിഞ്ഞത് മുക്കം സ്വദേശിയും കർഷകനുമായ ബിനു ഫിലിപ്പിന്റെ മുഴുവൻ സമ്പാദ്യവുമാണ്. ബാങ്ക് ലോണിനെ ആശ്രയിച്ച് ചെയ്ത കൃഷിയെല്ലാം പ്രളയം തട്ടിയെടുത്തോടെ ഇനി എന്ത് എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഈ കർഷകൻ. കൃഷിക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞ വ്യക്തിയായിരുന്നു ഞാൻ. കല്യാണം പോലും വേണ്ടെന്ന് വെച്ച് കൃഷി നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ മേപ്പാടിലുള്ള മലയിടിച്ചിൽ എൻ്റെ കൃഷി സ്ഥലങ്ങൾ മൊത്തം നശിച്ചുപോയി. എനിക്കിനി യാതൊരു രക്ഷയില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള സങ്കടത്തിലാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊന്നും പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എന്തെന്നാൽ 343 തെങ്ങുകളിൽ എനിക്ക് ശേഷിക്കുന്ന 11 തെങ്ങും 2600 കമുകുകളിൽ എനിക്ക് ശേഷിക്കുന്നത് വെറും 13 കമുകുമാണ്. പിന്നെ 2800 നേന്ത്രവാഴയുണ്ടായിരുന്നു, കുലച്ച നേന്ത്രവാഴ ഉണ്ടായിരുന്നു. അതെല്ലാം ആ വെള്ളത്തിൽ നശിച്ചു. അതോടൊപ്പം പിന്നെ കാപ്പി, കുരുമുളക്, ജാതി, റംബുട്ടാൻ, മാവ് എന്ന് വേണ്ട. കൂടാതെ എൻ്റെ വീടാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. ആ വീടിൻ്റെ അപ്പുറത്തായിട്ട് കാണുന്ന എൻ്റെ ആലയാണ്. ആലയിൽ രണ്ട് പശുക്കളുണ്ടായിരുന്നു. അതിലൊന്ന് 8 മാസം ഗർഭിണിയായിരുന്നു. അത് 23 ലിറ്റർ പാൽ കെട്ടിക്കൊണ്ടതും ഒരു പശുവായിരുന്നു ഒന്ന്. പിന്നെ അതിൻ്റെ പ്രശ്നം 2 മാസം ജനിയ ഒരു കിടാവ് ഉണ്ടായിരുന്നു. പശുവിൻ്റെ മൃതദേഹം അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. അതുപോലെ തന്നെ യമുനാപുരി ഇനത്തിൽപ്പെട്ട 2 ആടുകൾ നശിച്ചു. അതുപോലെ എൻ്റെ പട്ടിക്കൂടാണ് അവിടെ കിടന്ന് 2 പട്ടികളൊരു പട്ടി ചത്തുപോയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഈ കൃഷികളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് ബാങ്ക് ലോൺ എടുത്തിട്ടാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ എന്നെ ഭരിക്കുന്നത്. എവിടെ ഞാൻ ആരുടെ മുന്നിൽ കൈനീട്ടും, ആരെനിക്ക് തരും എന്നുള്ളൊരു ചിന്തയിൽ ഇപ്പോൾ ഞാൻ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. രാവും പകലും ഇതേവിട്ട് മഴ കൊണ്ട് രാവും പകലിന് രാത്രി പകലാക്കിക്കൊണ്ടുള്ള കഠിനമായ ഇവിടെ ഈ ചാലിയാറിൽ പമ്പ് വെച്ച് സ്പ്രിംഗ്ലർ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ കൃഷി മൊത്തം ചെയ്തിട്ടുള്ളത്. എനിക്കെല്ലാം നഷ്ടമായി. എനിക്കിനി ഒന്നുമില്ല. പ്രളയാനന്തര കേരളം കാണാതെ പോകരുത്. കൃഷിക്കായി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച ഈ കർഷകന്റെ വേദന. മുക്കത്തു നിന്നും ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം SS ശരൺ, ന്യൂസ് 18. ഡോക്ടർ PA രാധാകൃഷ്ണൻ, ഈ കർഷകന്റെ വേദന, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ വിള ലഭിക്കുന്ന കർഷകന് കൃത്യമായി അതിൻ്റെ വില ലഭിക്കുന്ന സംവിധാനം ഒരുക്കുക. അതിനൊപ്പം ഈ ദുരിതബാധിത കർഷകർക്കുള്ള വായ്പാ നയത്തിൻ്റെ പുനർരൂപീകരണം, ഇൻഷുറൻസ് കമ്പനികളോട് വളരെ പെട്ടെന്ന് ഈ നഷ്ടപരിഹാര തുക എത്രയും വേഗം കൊടുക്കാൻ ആവശ്യപ്പെടുക, അത്തരം കാര്യങ്ങളിലും സർക്കാരിന് ഒരു റോളുണ്ടല്ലോ. ആ കാര്യങ്ങൾ ആവശ്യപ്പെടുക, ആ രീതിയിലുള്ള സമഗ്രമായ രീതിയിൽ കർഷകരുടെ കാര്യത്തിൽ ഇടപെടുക, അതും ചെയ്യേണ്ടതല്ലേ? നമുക്ക് ഇനിയും ചിന്തിക്കാനുള്ളത് ഈ ദുരിതബാധിതരായ കർഷകരെ എങ്ങനെ കരകയറ്റാം, ഇനിയും കൃഷിയിൽ നിൽക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരെ അതിനെങ്ങനെ സജ്ജരാക്കാം, അത്തരം കാര്യങ്ങളിൽ ഇടപെടലുകൾ എങ്ങനെ നടത്താനാകും, അതും ഈ ഘട്ടത്തിൽ ആലോചിക്കുകയും ചെയ്യുകയും ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? തീർച്ചയായിട്ടും. അതായത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇപ്പോൾ കേരളത്തിൽ കൃഷി ചെയ്യുന്നുള്ളൂ. അവരെ നിലനിർത്താൻ ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മീഷൻ തന്നെ ആവശ്യമാണ്. എന്താണ് അവരുടെ പ്രശ്നമെന്ന് പഠിക്കണം. കേരളത്തിൽ അത് ഈ 2 തവണ, കഴിഞ്ഞ തവണ ഉണ്ടായ പ്രളയവും ഈ തവണ ഉണ്ടായ പ്രളയവും ഇനി നിലവിലുള്ള കൃഷിക്കാരനെ ഇതിൽ നിന്ന് പിന്മാറാനാണ് സഹായിക്കുക. അങ്ങനെ പിന്മാറാതിരിക്കണമെങ്കിൽ അതിനൊരു കമ്മീഷൻ തന്നെ വെക്കണം എന്നുള്ളതാണ് അഭിപ്രായം. എന്നിട്ട് പഠിച്ച് എന്താണ് അവരെ നിലനിർത്താൻ വേണ്ടി അവർക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്. കാരണം ഇപ്പം നമ്മൾ ബാങ്കും മറ്റുള്ള കടമെഴുതി തള്ളലെന്നും പറഞ്ഞുകൊണ്ട് മാത്രം പ്രശ്നം, തൽക്കാലം അതൊക്കെ ചെയ്യണം. പക്ഷെ അത് മാത്രം പോരാ. ഇത് പഠിച്ച് നാളെ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ കർഷകനെ നിലനിർത്താൻ കഴിയും, അവർക്ക് അടിയന്തരമായിട്ട് ചെയ്തു കൊടുക്കേണ്ട സഹായം എന്താണ്, ഇത് നേരത്തെ കൂട്ടി നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത. സർക്കാരിന് പോലും ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇൻഷുർ ചെയ്തിട്ടുള്ള അവർക്ക് അനുവദിച്ച ചെറിയ കാശുകളാണ് ഇപ്പോൾ ഇവർക്ക് കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ സർക്കാർ ഇതിൻ്റെ തെളിവെടുപ്പൊക്കെ നടത്തി, അല്ലെങ്കിൽ ഇപ്പോൾ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റോ ഒക്കെ അവരുടെയൊക്കെ അറിവിലൂടെയാണ് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതൊക്കെ ചെയ്യാനെങ്കിലും നമുക്ക് ഒരു ധാരണയില്ല. എന്താണ് ഇത്തരം ഘട്ടത്തിൽ അവരെങ്ങനെയാണ് രക്ഷിക്കേണ്ടത് എന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ സർക്കാരിന് അറിഞ്ഞുകൂടാ. ഇത് എങ്ങനെ ചെയ്യണമെന്ന് ഇവിടുത്തെ കർഷക സംഘങ്ങൾക്കും കൃത്യമായിട്ടാണ് പറയാൻ പറ്റുന്നില്ല. കാരണം ഇതിനൊരു പഠനം നടന്നിട്ടില്ല. ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ പരിഹരിക്കണം എന്നത് പഠിച്ചെങ്കിലേ അടുത്ത വർഷം അല്ലെങ്കിൽ ഇനിയൊരിക്കൽ വരുന്ന പ്രശ്നത്തെ നേരിടാൻ പറ്റുള്ളൂ. ഇപ്പോൾ തൽക്കാലം സാമ്പത്തിക സഹായം ചെയ്യൽ തന്നെയാണ് അതിന് മാർഗമുള്ളൂ.
ശ്രീ VS വിജയൻ, ഇത് തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ നഷ്ടം സംഭവിച്ച പ്രളയത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച കർഷകർക്കും നഷ്ടപരിഹാര തുക ഇനിയും സർക്കാർ നൽകാറുണ്ട്. അത് ഏതാണ്ട് 70-80 കോടി രൂപയോളം ബാക്കിയുണ്ട് എന്നാണ് കണക്കുകൾ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ ഈ അടിയന്തരമായി അവർക്ക് ഈ ദുരന്തബാധിതർ അവരുടെ ക്ഷേമമാണല്ലോ, അവരുടെ രക്ഷയാണല്ലോ. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഇനിയും കൃഷിയിലേക്ക് അവർക്ക് മടങ്ങി വരാൻ താല്പര്യമുണ്ടെങ്കിൽ ആ രീതിയിൽ അവരെ സഹായിക്കുക, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. അതിനെന്ത് മാർഗങ്ങൾ അടിയന്തരമായി ചെയ്യാനാകും? എന്താണ്, ഏത് രീതിയിലാണ് ഈ വിഷയത്തിൽ സർക്കാരുകൾ ഇടപെടേണ്ടത്? ഏതായാലും എൻ്റെ സുഹൃത്ത് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ ഒരു കമ്മീഷൻ വെക്കണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം ഇനി ഒരു കമ്മീഷൻ വെച്ചാൽ അതിന് 2 വർഷം 3 വർഷം അതെടുക്കും. പിന്നെ ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ചർച്ചയായി പ്രശ്നങ്ങളാവും. നമുക്കറിയാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, കൃത്യമായിട്ട് അറിയാവുന്ന പ്രശ്നങ്ങൾ. അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളതും അതും സർക്കാരിന് അറിയാതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൽ നമ്മൾ കുറേ പഠിച്ചു, കുറേ കാര്യങ്ങൾ ഞാൻ തന്നെ ഇവിടെ പറഞ്ഞു. ജനങ്ങൾ പറയുന്നതും അത് തന്നെയാണ്. നമുക്ക് വേണ്ടത് ഒന്ന്, നമുക്ക് ഇന്നുള്ള നിയമങ്ങൾ, കർഷകരെ ബാധിക്കുന്ന, കൃഷിയെ ബാധിക്കുന്ന നിയമങ്ങൾ അത് വേണമെങ്കിൽ ഒന്ന് അവലോകനം നടത്തണം. കുറച്ചൊക്കെ റിലാക്സേഷൻ കൊടുക്കണം. അതല്ലെങ്കിൽ നടക്കില്ല. എല്ലാം കൃത്യമായിട്ട് ഇത് കിട്ടിയാലേ അത് കൊടുക്കുള്ളൂ, അത് കിട്ടിയാലേ ഇത് കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല. അത് നടക്കുന്ന രീതിയിലൊക്കെ കൊണ്ടുവരിക. ഇപ്പോൾ ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ പഞ്ചായത്തിൽ എല്ലാ സ്ഥലത്തും ഉള്ളതൊരു സംഗതിയാണ്. ജൈവ കൃഷി നടത്തണമെന്ന് പറയുന്നുണ്ട്. ജൈവമായിട്ടുള്ള കൃഷി, നെല്ല് ഉൽപ്പാദനം അങ്ങനെ തന്നെ വേണം, നാടൻ വിത്തുകൾ ആണ് പ്രചരിപ്പിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ നാടൻ വിത്തുകൾ കിട്ടാനില്ല, കിട്ടുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. മനസ്സിലായപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രശ്നം വരും. ചില സ്ഥലത്ത് ഇപ്പം ഞങ്ങളുടെ പഞ്ചായത്ത് ഞങ്ങൾ തീരുമാനിച്ചു നാടൻ വിത്തുകളെ കൊടുക്കൂ, നാടൻ വിത്തുകൊണ്ടുള്ള കൃഷിയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ സർക്കാർ അവിടെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് നാടൻ വിത്ത് വേണമെന്നില്ല, അവിടെ മറ്റേതായാലും മതി എന്ന് പറയും. ജ്യോതി മതി എന്നാണ് പറയുന്നത്. അത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അപ്പോൾ അവിടെ ഒരു വിട്ടുവീഴ്ച നടത്താനുള്ള ധൈര്യം അവിടുത്തെ കൃഷി ഓഫീസർക്കില്ല. കാരണം അവർക്ക് ആഗ്രഹമുണ്ട്, ആത്മാർത്ഥതയുണ്ട്. പക്ഷേ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം വരും, ചോദ്യം വരും, ഓഡിറ്റേഴ്സിൻ്റെ പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് ചെയ്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അത്രയെങ്കിലും ഒരു സ്വാതന്ത്ര്യം കൃഷി ഓഫീസർക്ക് കൊടുക്കണം. കൃഷി ഓഫീസർക്ക് സ്വാതന്ത്ര്യം ഇല്ലല്ലോ. ആ പറയുന്ന കടലാസിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പ്രായോഗികമായിട്ടുള്ള പരിചയമില്ലാത്ത പലരും ഇതിൻ്റെ മുകളിലിരുന്ന് എഴുതി വിടുന്നതാണ്. ആ ഓരോ സ്ഥലത്തുമുള്ള പ്രത്യേകത അനുസരിച്ചിട്ട് അതനുസരിച്ച് മാറ്റി ചെയ്യാനുള്ള ഒരു ഫ്രീഡം കൃഷി ഓഫീസർക്ക് കൊടുത്തിട്ടില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂടെ കാര്യങ്ങൾ നടക്കും. അതാണ് ഒരു സ്റ്റെപ്പ്. പിന്നെ കടാശ്വാസത്തിൻ്റെ പരിപാടികളൊക്കെ പറഞ്ഞു, ഇതെല്ലാം ഉണ്ട്. എന്തുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യുന്നില്ല? അവിടെയാണ് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ കുറച്ചുകൂടി ആത്മാർത്ഥത പറ്റൂ. ഡോക്ടർ VS വിജയൻ, തിരിച്ചു വരാം. ഇപ്പോൾ CP മുഹമ്മദ് കുഞ്ഞ്, പൊന്നാനി മുനിസിപ്പൽ ചെയർമാൻ. അവിടെ പൊന്നാനി സർ, താങ്കളുടെ ഒരു അനുഭവം ഈ പ്രളയത്തിൽ എന്താണ്? അവിടുത്തെ കർഷകരുടെ അവസ്ഥ എന്താണ്? പൊന്നാനിയിൽ ഒരുപാട് നാശമുണ്ടായെന്ന് ഞങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി എന്ത് ആശ്വാസ നടപടികളിലേക്കാണ് കടക്കുന്നത് അവിടെ? പറഞ്ഞോളൂ. പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കർഷകന് ഉണ്ടാകുന്ന നഷ്ടത്തെ കണക്ക് കൂട്ടുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. അവർ നൽകുന്ന പാരിസ്ഥിതിക മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം അവർക്കുള്ള നഷ്ടത്തെ നികത്താൻ. ഒരു വാഴ പോയാൽ കേവലം 100 രൂപ കൊടുക്കുന്ന അവസ്ഥ മാറണം. നെൽകൃഷിക്ക് ഒരു ഹെക്ടറിന് 13,500 കൊടുക്കുന്ന അവസ്ഥ മാറണം. ഒരു ഹെക്ടർ കൃഷി നാട്ടിൽ നടക്കുന്ന സമയത്ത് അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക മൂല്യം, നൽകുന്ന പാരിസ്ഥിതിക മൂല്യം, സാമൂഹ്യ മൂല്യം എല്ലാം ചേർത്താൽ ഏതാണ്ട് 1 കോടിയാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ. അപ്പൊ കർഷകന് കൃഷി അഭിമാനകരമാകുന്ന രീതിയിൽ മാറ്റം വരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഈ പ്രളയാനന്തരം എങ്കിലും ഉണ്ടാക്കണമെന്നാണ് പറയാനുള്ളത്. ഈ പൊന്നാനിയിലെ അവസ്ഥ എന്താണ് ഈ പ്രളയത്തിന് ശേഷം? പ്രളയത്തിന് ശേഷം ഇപ്പൊ ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പിന്നെ കഴിഞ്ഞ പ്രളയാനന്തരം തന്നെ നമ്മുടെ നെൽകൃഷിയിൽ വലിയ കുറവാണ് വന്നിട്ടുള്ളത്. നെൽകൃഷികൾ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിമുഖത വീണ്ടും നേരി വരാം. നല്ലൊരു ട്രെൻഡായിട്ട് വന്നതായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ശരി, പിന്നെ പഴയ കാലത്ത് കൃഷി ഒരു വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് കർഷകന്റെ നെൽകൃഷി നശിച്ചാൽ പോലും അതിന്റെ കൂടെ വരുന്ന മണ്ണ്, ജൈവാംശമുള്ള മണ്ണുകൾ ലഭ്യമാകുമെന്നൊരു ആശ്വാസവും ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ തോടുകളും അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റു കൈവഴികളും ഒക്കെ വലിയ പ്രയാസത്തിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായും ഇവർക്ക് ഇന്നുള്ള ഏതാണ്ട് ഇപ്പൊ ഇവിടെ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം
നെൽകൃഷി നഷ്ടമുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാഴ വലിയ അളവിൽ പോയിട്ടുണ്ട്, തെങ്ങ് വലിയ അളവിൽ പോയിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായി പരിശോധിക്കുന്നതിന് ഒരു ടീമാണ് വേണ്ടത്. കേവലം ഒരു കൃഷി ഓഫീസറെ മാത്രം ചുമതലപ്പെടുത്തി നമ്മുടെ ഏട്ടിലുള്ളതുപോലെ പോയി അത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി അളന്നുള്ള രീതിയിലുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്നത് പ്രായോഗികമല്ല. മറിച്ച് പ്രദേശത്തെ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ഈ രംഗത്ത് നല്ല രീതിയിൽ പ്രതിബദ്ധതയുള്ള ഒരു ടീമിനെ, കർഷകർ ഉൾപ്പെടെയുള്ള ടീമിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഇതിന് നഷ്ടപരിഹാരം കണക്കാക്കുവാനും അത് നൽകുവാനും. ശരി, നന്ദി ശ്രീ മുഹമ്മദ് കുഞ്ഞ് പ്രതികരിച്ചതിന്. ഇപ്പോൾ കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അസൈനാർ അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അസൈനാർ, തങ്ങളുടെ പഞ്ചായത്തിൽ സംഭവിച്ച കഷ്ടനഷ്ടങ്ങൾ അതെന്താണ്? അതിനെന്ത് അടിയന്തര പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും? അതിനുള്ള നടപടികൾ എന്തെങ്കിലും ആരംഭിച്ചിട്ടുണ്ടോ? നമ്മുടെ പഞ്ചായത്തിലെ നമുക്ക് ഏകദേശം ഉരുൾപൊട്ടലാണ് സംഭവിച്ചത്. മാഞ്ചേരിക്കടുത്തുള്ള ഇരുമ്പൻചോല എന്ന പ്രദേശത്താണ് ഉരുൾപൊട്ടൽ സംഭവിച്ചത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ 1961 ശേഷം ആദ്യമായിട്ടാണ് ഇത്തരം വലിയ ഒരു പ്രളയം കരുളായി ഗ്രാമപഞ്ചായത്തിനെ ബാധിച്ചത്. സമയബന്ധിതമായിട്ട് ഞങ്ങൾ ഇടപെടലിന്റെ മൂലമായിട്ട് ഞങ്ങൾക്ക് അവിടെയുള്ള കുടുംബങ്ങളെ ഞങ്ങൾക്ക് മാറ്റി പാർപ്പിക്കാൻ സാധിച്ചു. അർദ്ധരാത്രിയാണ് ഈ വിവരം കേട്ട് ഞങ്ങൾ ഉൾവനത്തിലേക്ക് പോകുന്നത്. ഇവിടുന്ന് 12 മണിക്ക് പോയിട്ട് 5:45 കൂടിയാണ് ഞങ്ങൾക്ക് അവിടെ എത്താൻ സാധിച്ചത്. ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും വനം വകുപ്പിന്റെയും സഹായത്തോടു കൂടിയാണ് അവിടെ എത്തിപ്പെടാൻ സഹായിച്ചത്. അങ്ങനെ എത്തിപ്പെടുമ്പോൾ ഉൾവനത്തിലെ ഒരു കുന്നിന് മുകളിൽ ഇവരെ അവിടെ താമസിച്ചിരുന്ന ആളുകൾ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്, ദയനീയ കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ അത് പെട്ടെന്ന് ഞങ്ങൾ അവരെ മാറ്റിയത് കൊണ്ട് ഞങ്ങൾക്കൊരു വൻ ദുരന്തം ഒഴിവായി. അല്ലെങ്കിൽ നിലമ്പൂരിലെ ഒരു കവളപ്പാറ മാതിരി കരുളായി ഗ്രാമപഞ്ചായത്തിലും പുറലോകം റിപ്പോർട്ട് ചെയ്യപ്പെടാമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ആ കോളനിയിൽ അവരെ പുനരുദ്ധരിക്കാൻ സാധ്യമാകാത്ത വിധം തകർന്നു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒട്ടേറെ ഗ്രാമങ്ങളില് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഒട്ടേറെ കൃഷികൾ ഞങ്ങൾക്ക് നശിച്ചു പോയിട്ടുണ്ട്. ഒട്ടേറെ കുടുംബങ്ങളെ ഞങ്ങൾ മാറ്റിപ്പാർപ്പിച്ചു. ഇനിയും അവിടെ താമസിച്ചിരുന്ന ആളുകളെ തൽക്കാലം ഞങ്ങൾ അവിടുത്തെ സ്കൂളുകളിലേക്കാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. അവിടെ നെടുങ്കയം ബദൽ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളുണ്ട്, അവിടേക്കാണ് മാറ്റി താമസിച്ചിട്ടുള്ളത്. ശരി, അല്ലാതെ നിലവിൽ അവിടെ ശ്രീ അസൈനാറാണ് കരുളായി പഞ്ചായത്ത് പ്രസിഡന്റാണ് ടെലിഫോൺ ലൈനിൽ സംസാരിച്ചത്. 3 ഏക്കറിലുണ്ടായിരുന്ന പച്ചക്കറി കൃഷി പൂർണ്ണമായും നശിച്ചതോടെ ലക്ഷങ്ങളുടെ കടക്കണിയിലായിരിക്കുകയാണ് പാലക്കാട് എലവഞ്ചേരിയിലെ മണികണ്ഠൻ. ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തിയ കൃഷിയാണ് കനത്ത മഴയിൽ പൂർണ്ണമായും നശിച്ചത്. തകർന്നതിനാൽ 5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നാണ് മണികണ്ഠൻ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ പേമാരിയിലും മണികണ്ഠന് നഷ്ടമുണ്ടായിരുന്നു. ഇത്തവണ അതിൽ നിന്നെല്ലാം കരകയറാം എന്ന പ്രതീക്ഷയാണ് ഇല്ലാതായത്. കടം തന്നെ കഴിഞ്ഞ വർഷം എടുത്ത കടവേ കൊടുക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഇതുമാരെ പ്രളയം വന്നു, കായില്ലാതെയും വെള്ളം കയറിയൊക്കെ നശിച്ചു പോയി. അതൊന്നും പന്തൽ വീണില്ല. ഇപ്രാവശ്യം അതുമല്ല, ഈ പന്തലും വീണു. കഴിഞ്ഞ പ്രാവശ്യത്തെ കടവേ ബാക്കിയാണ്. അത് ഇപ്രാവശ്യമെങ്കിലും കൊടുക്കാമെന്നൊക്കെ കണക്ക് കൂട്ടിയതാണ്, ഓണം കണക്ക് കൂട്ടിയിട്ട്. അതൊന്നും നടന്നില്ല. ഇനി അത് ഏതായാലും കിട്ടുമില്ല. ഇൻഷുറൻസ് തുക കിട്ടുമെങ്കിലും അതൊന്നും നഷ്ടം നികത്താൻ പര്യാപ്തമല്ലെന്ന് അദ്ദേഹം പാലക്കാട്. ഇപ്പോൾ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സഹദ് ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സഹദ്, അവിടുത്തെ കർഷകരുടെ അവസ്ഥ എന്താണ് താങ്കളുടെ മേഖലയിലെ? കർഷകരുടെ അവസ്ഥ തീർച്ചയായിട്ടും ഒരു ഭാഗം മൊത്തം പോയി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അവർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ കാർഷിക മേഖലയായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ഒരു ഏരിയയാണ് ആ ഭാഗത്ത്. കൂടുതലും ഏലകൃഷിയാണ് അവിടെ ഉള്ളത്. ഏലം, അതുപോലെ കുരുമുളക്, കാപ്പി ഉൾപ്പെടെയുള്ള കർഷകരാണ്. അതിന് കൂടെ തന്നെ അവർ രാവിലെ മുതൽ എസ്റ്റേറ്റിലെ ജോലിക്കാരുമാണ്. ജോലി കഴിഞ്ഞു വന്ന ബാക്കി സമയങ്ങളിലാണ് ഭൂരിപക്ഷം ആൾക്കാരും കൃഷി സംരക്ഷിക്കുന്നത്. പക്ഷെ ഈ ഒരു 100 ഏക്കർക്കടുത്ത് മൊത്തം അവിടെ പൂർണ്ണമായിട്ടും പോയി കിടക്കുകയാണ്. അവിടെ ഇനി കൃഷി ചെയ്യാൻ കഴിയുമോ, അതോ പിന്നെ ആ പോയ ഭാഗത്ത് തന്നെ കൃഷി ചെയ്യാൻ കഴിയില്ല. അതുപോലെ പോകാൻ തൊട്ടടുത്തുള്ള ഭൂമിക്കകത്ത് പോലും കൃഷികളുണ്ട്. അവിടെ ഇനി എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളതിൽ അതിന്റെ ഭൗമശാസ്ത്ര സംവിധാനങ്ങളൊക്കെ വന്നതിന്റെ ഭാഗം മാത്രമേ അവർക്ക് ജനങ്ങൾക്കൊരു ആശങ്ക തീർച്ചയായിട്ടും മാറ്റാൻ കഴിയുള്ളൂ. ശരി, നന്ദി ശ്രീ സഹദ് പ്രതികരിച്ചതിന്. ശക്തമായ പുറംബണ്ടില്ലാത്തതാണ് കുട്ടനാടൻ മേഖലയിലെ കൃഷിനാശത്തിന് പ്രധാന കാരണം. കഴിഞ്ഞ പ്രളയക്കെടുതിയുടെ നഷ്ടപരിഹാരം കൃത്യമായി ലഭിച്ചില്ലെന്ന് കർഷകർ പറയുന്നു. മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിച്ച് വിളകൾ സംരക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് കർഷകർ. കോട്ടയം കുമരകം മഞ്ചാടിക്കരി മിഷൻ പാടത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നു.
കോട്ടയം കുമരകത്ത് മഞ്ചാടിക്കരി എന്ന പാടശേഖരത്തിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വെള്ളപ്പൊക്കം വലിയ ദുരിതം വിതച്ച സ്ഥലമാണ് ഈ മേഖല. അതായത് കൃഷിനാശം ഇതിന് ഉണ്ടായ ഒരു പ്രദേശമാണിത്. ഇവിടെ ഈ വെള്ളം, പാടത്തുള്ള വെള്ളം വലിയ മോട്ടറുകൾ ഉപയോഗിച്ച് പുറത്തേക്ക് തള്ളി ഈ തോട്ടിലേക്ക് തള്ളുകയാണ്. ഇവിടെ ഈ പുറംബണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ബണ്ടും കവിഞ്ഞുകൊണ്ട് വെള്ളം പാടത്തിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് ഇത്തവണ ഇവർക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട്. എന്തായാലും ഈ ഒരു പ്രദേശത്ത് വെള്ളം കയറിയത് കൊണ്ട് തന്നെ ഈ പാടത്തേക്ക് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. പാടത്ത് വെള്ളം ഈ ഏതാണ്ട് നെല്ല് മുന്നോട്ട് നിൽക്കുന്ന ഈ ഒരു നെല്ല് മുഴുവൻ മുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. പക്ഷേ ഈ വെള്ളം കഴിഞ്ഞ 2, 3, 4 ദിവസത്തോളമായി ഈ മോട്ടർ വെച്ച് അടിച്ചത് മൂലം വെള്ളം കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഈ ഒരു കർഷകരും മറ്റും ഇവിടെ നമുക്ക് നിൽപ്പുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. ചേട്ടാ, എത്ര വെള്ളം വന്നു ഇത്തവണ? നമുക്ക് ഇത് നെല്ല് മൂടുന്ന മഞ്ചാടിക്കരി മിഷൻ പാടശേഖരത്തിന്റെ സെക്രട്ടറിയാണ്. ഈ നെല്ലിന്റെ ഈ കവര വരെ വെള്ളം വന്ന് മൂടിയതാണ്. കാരണം ഈ ബണ്ടില്ലാത്ത സ്ഥലത്ത് കവിഞ്ഞ് കയറിയായിരുന്നു. ഈ കവിഞ്ഞ് കയറുമ്പോൾ ഉറവയെന്ന് പറയും. ഈ ചുറ്റിനും നമുക്ക് സർക്കാരിൽ നിന്നും കുറച്ച് തുക മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പൂർണ്ണമായിട്ടും നമുക്ക് സാധിക്കില്ല. പിന്നെയും കുറച്ച് പലിശയ്ക്കെടുത്താണ് ബാക്കിയുള്ള ബണ്ട് കൂടി നമ്മൾ തീർത്തത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ 175 കുടുംബങ്ങൾ ഉണ്ട് ഇവിടെ. ഈ വെള്ളപ്രവർത്തനത്തിൽ അവരുടെ സഹായങ്ങളും ഉണ്ട് ഇതിനകത്ത്. പക്ഷേ എന്നാൽ തന്നെ നമ്മൾ കുറേ ആൾക്കാരെ അധികം ഇട്ടുണ്ട്. വള്ളക്കട്ടയും മറ്റുള്ള പണികളുമെല്ലാം ആൾക്കാരെ നിർത്തി ചെയ്യുകയും രാപകൽ അശ്രാന്ത പരിശ്രമം നടത്തി നമ്മളെ ഈ വീട്ടുകാരെ കൂടി രക്ഷിക്കാനുള്ള ഒരു സംവിധാനം കൂടി ചെയ്ത്. അല്ലെങ്കിൽ നിങ്ങളെല്ലാം അഭയകേന്ദ്രത്തിൽ പോകേണ്ടി വരും. അല്ല, ഇത് എത്ര വെള്ളം? ഇത് മുങ്ങാനുള്ള വെള്ളം വന്നു? വെള്ളം ഇതിന്റെ കവര വരെ വെള്ളം വന്നു. എന്നിട്ട് എങ്ങനെ ഇത് എത്ര ദിവസമായി നിങ്ങൾ മോട്ടോർ വെച്ച് അടിക്കാൻ? ഞങ്ങളിപ്പോൾ ഒരു 5-8 ദിവസത്തോളമായി. അതായത് ഈ മോട്ടർ പ്രവർത്തിക്കാനായിട്ട് കറണ്ട് സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നില്ല. 3-4 ദിവസത്തേന് കറണ്ട് പോകും വരും. അതായത് ഒന്ന് ഓടിച്ചാൽ തന്നെ അത് മോട്ടർ കേടാ, പിന്നെ ഉടനെ തന്നെ കറണ്ട് പോകും. അപ്പം ലൈൻ ശരിയാക്കുക എന്നാണ് അവർ പറയണത്. അങ്ങനെ വെള്ളം പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ നമ്മളൊരു കമ്മിറ്റി കൂടി ഉടനെ തീരുമാനിച്ച് ഇഞ്ചൻ വെച്ച് അകത്തെ വെള്ളം പറ്റിക്കണമെന്ന്. ഈ അങ്ങനെ അകത്തെ വെള്ളം 20ന്റെ ഒരു പമ്പും 10ന്റെ ഒരു പമ്പും അങ്ങനെ വേറൊരു സ്ഥലത്തും കൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ 3000 രൂപ 20ന്റെ പമ്പിൻ്റെ ഒരു ദിവസത്തെ വാടകയാണ്. മറ്റതിന് പിന്നെ 2000 രൂപയും. ഇങ്ങനെ ഇത്രയും ഭാരിച്ച നടപടിയും ഡീസൽ ചെലവും ഞങ്ങൾ 2-3 പേര് ഇവിടെ വൈകിട്ടും പകലുമായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഡീസൽ ഒഴിച്ചു കൊടുക്കണം, വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ഭാഗത്തെ വെള്ളം ഏതാണ്ട് നല്ല രീതിയിൽ ഇപ്പം പറ്റി. കറണ്ട് ഇല്ലാത്ത സമയത്ത് ഇത് ഓടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും വരെ പറ്റിച്ച് ഇനിയിപ്പം നെല്ല് കേടുകൂടാതെ നമ്മൾ സംരക്ഷിച്ചിട്ടുണ്ട്. നെല്ലിന് കുഴപ്പം ഇത്തവണ തൽക്കാലം സംഭവിക്കില്ല. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യം എന്ന് പറയണത് ഈ ബണ്ട് നമ്മൾ വളരെ അശ്രാന്ത പരിശ്രമം നടത്തി നമ്മൾ ഈ നെല്ല് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് കിട്ടേണ്ട ഇതിന് സംരക്ഷിച്ചതിൻ്റെ ആ വെളിച്ചത്തിലാണേലും എന്താണേലും കർഷകർക്ക് അനുകൂല സാഹചര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പൈസ, ഇതിന് ബാക്കിയുള്ള ഫണ്ട് കൂടി നൽകി നമ്മുടെ ഇതിന് ചെലവായ പൈസ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ഒരു മാനദണ്ഡമൊക്കെ അനുസരിച്ച്? അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവരാരും അങ്ങനെ തരുന്നില്ല. പക്ഷേ എന്നാലും ബണ്ടിനൊരു സർക്കാർ ഒരു 2-3 ലക്ഷം രൂപ നമുക്ക് തരികയാണെങ്കിൽ പൂർണ്ണമായും നമുക്ക് ഈ ബണ്ട് സംരക്ഷണം ശരിയാക്കാൻ സാധിക്കും. പുറം ബണ്ട് ഇവിടെ ശക്തമല്ല എന്നുള്ള ഒരു പ്രതിസന്ധി ഉണ്ട് അല്ലേ? ഉണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് വൈദ്യുതി ഒരു വലിയ പ്രശ്നമാണ്. പക്ഷേ വെള്ളപ്പൊക്കത്തിന് അല്ലെങ്കിലും കറണ്ട് കിട്ടാത്തൊരു സ്ഥിതിയല്ലേ ഉള്ളത്. അത് എങ്ങനെ പരിഹരിക്കണം എന്നാണ് നിങ്ങളുടെ ഒരു നിലപാട്? ഞങ്ങൾ മുൻപ് ഇത് ഈ ഒരു കംപ്ലൈന്റ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. പക്ഷേ ഇതുവരെ അതിന് ശാശ്വതമായ ഒരു പരിഹാരം അവരിതുവരെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്ത് ചെയ്യണം എന്നാണ് ഞങ്ങൾ പറയുന്നത്? തലയാഴം സെക്ഷനാണ് ഞങ്ങളുടെ ഈ മിഷൻ പാടം മഞ്ചാടിക്കരി പാടശേഖരങ്ങളിലെ ഇറ്റിയക്കാടങ്കിരി, വെല്ലുവിളിച്ചം, അങ്ങനെ 5-8 പാടശേഖരങ്ങൾ തലയാളം സെക്ഷനിൽ വരുന്നതാണ്. ആ സെക്ഷനിൽ അവർ ടെൻഡർ കൊടുത്തിരിക്കുന്നത്, അതായത് പാടം വഴിയാണ്. അതിനുള്ള പോസ്റ്റുകളെല്ലാം ഈ റോഡ് സൈഡിൽ, ഈ തോട് സൈഡിലും കിടക്കുക. ആ ടെൻഡർ കൊടുത്തിരിക്കുന്ന ഇതുവരെയായിട്ട് ആ പോസ്റ്റുകൾ ഇടാത്തതിൻ്റെ ഒരു ഏറ്റവും വലിയ കംപ്ലൈൻ്റാണ് ഈ പോസ്റ്റുകൾ. നിങ്ങൾക്ക് അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം, ആ പാടത്തോട്ട് ചാഞ്ഞും ചെരിഞ്ഞും കിടക്കുക. അതിൻ്റെ ലിങ്ക് തട്ടിപ്പോകുന്നു. അപ്പം ലൈൻ കൂട്ടിമുട്ടുന്നു. പിന്നെ ഒരു ട്രാക്ടർ ഉഴുതാൽ തന്നെ അതിൻ്റെ കൂടാരം മുട്ടുന്ന രീതി ഇട്ടിയക്കാടങ്കരി വെല്ലുവിളിച്ചം പാടശേഖരങ്ങളിൽ താന്ന് കിടക്കുക. അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പം അവർ ഞങ്ങൾക്ക് ഇപ്പോൾ സമയമില്ല, ഞങ്ങൾക്ക് അവിടെ വൈക്കത്ത് പണിയാണെന്നും പറഞ്ഞ് അങ്ങനെ അവർ മാറിപ്പോവുക. അപ്പം നമ്മളുടെ ഒരു സങ്കടം ഇതുവരെ ഇത് വിതച്ചോണ്ടിരുന്നപ്പം തന്നെ മുങ്ങിപ്പോയി. അപ്പോഴും ഞങ്ങൾ ശ്രദ്ധയപ്പെടുത്തി. ഇത് ബണ്ട് പണിതുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ആ പോസ്റ്റ് കൊണ്ട് ചാനലിൽ കാണിച്ച് അങ്ങനെ ന്യൂസ് കൊടുത്തിരുന്ന. പക്ഷേ ഇതുവരെയും അവർ ഞങ്ങൾ ഇതിൻ്റെ ഹെഡ് ഓഫീസ് വരെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ, ഇതിപ്പോൾ എന്തായാലും നെല്ലിന് കുഴപ്പമില്ല തൽക്കാലത്തേക്ക്? നെല്ലിന് കുഴപ്പമില്ലെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം.
കാരണം ആ പവറിലുള്ള ആ ഒരു എഫക്റ്റ് കിട്ടിയല്ല നെല്ലിന്. എന്താണേലും ചെനപ്പിൻ്റെ ആ ഭാഗത്ത് ഇതിൻ്റെ ഈ ചെളിപ്പ് അല്ലെങ്കിൽ ഒരു അടിഞ്ഞുകൂടിയ ഉന്ത് അതിന് പിന്നെ നെല്ലിൻ്റെ ചൊട്ടയ്ക്ക് അടിയിൽ വെള്ളം കയറിയിട്ടുണ്ട പതിരായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നെൽമണിയിൽ ഒരു ചെറിയ വ്യത്യാസം, ഉദ്ദേശിക്കുന്ന വിളവ് കിട്ടാൻ സാധ്യത കുറവാണ്. എന്നാലും നമ്മൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പാടത്തിന് മാത്രം ഒരു എത്ര രൂപ നിങ്ങൾക്ക് ഇപ്പോൾ അധികമായിട്ട് ഈ ഒരു നെൽ കൃഷിക്കാലത്ത് ചിലവായി? നമുക്ക് കിട്ടിയത് ഒരു 2 ലക്ഷം രൂപ അടുത്തേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അത് 5 ലക്ഷം രൂപയോളം പുറംപണ്ട് ഞങ്ങൾ പിടിച്ചായിരുന്നു. ഈ JCBക്ക് കൊടുത്തും പണിക്കൂലി എല്ലാം കൂടി. ഇനി നമുക്കൊരു 3 ലക്ഷം രൂപ കൂടി കിട്ടിയാലേ പൂർണ്ണമായും 8 കിലോമീറ്റർ 4.5 കിലോമീറ്ററോളം ചുറ്റളവുണ്ട്. 4 വശവും തോടാണ്. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പാടശേഖരമാണ് ഈ മഞ്ചാടിക്ക് മിഷൻ പാടം. ഇതിന് 175 ഏക്കറേ ഉള്ളെങ്കിലും 200-210 ഏക്കറിൻ്റെ വിസ്തൃതിയിലുള്ള വെള്ളമാണ് ഈ പാടശേഖരത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തവണ നെല്ലിൻ്റെ ഒരു അവസ്ഥ ഇതാണ്. ഏതാണ്ട് ഒരാഴ്ചയോളം നെല്ല് ഇത് വെള്ളത്തിൽ കിടന്നതാണ്. പക്ഷേ ഈ വെള്ളം ഇപ്പോൾ പറ്റിച്ചത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് അവർ പറയുന്നു. പക്ഷേ ഈ വിളവിൽ കാര്യമായ പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഇതിൻ്റെ ഒരു നെല്ലിൻ്റെ ഒരു ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇതിൻ്റെ ഒരു അടിഭാഗം ചീഞ്ഞ് കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഒരുപക്ഷെ ഭാവിയിൽ ഇതിൻ്റെ വിളവിനെ അടക്കം ബാധിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ തന്നെ മഞ്ചാടിക്കരിയുടെ വാർത്തകൾ നമ്മൾ കൊടുത്തതാണ്. പുറംബണ്ട് മിഷൻ പാടമാണ്. പുറംബണ്ട് ഇല്ലായ്മ വലിയ പ്രതിസന്ധി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലകളിലൊക്കെയും വെള്ളം കൂടുതലായി കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. എന്തായാലും കർഷകർ അശ്രാന്ത പരിശ്രമത്തിലാണ്. മോട്ടറുകൾ വെച്ചുകൊണ്ട് ഈ വെള്ളം ഏതാണ്ട് പറ്റിച്ചിരിക്കുന്നു. തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടായിരിക്കുന്നു. പക്ഷേ വിളവിനെ അത് ബാധിക്കുമെന്ന് അവർ പറയുന്നു. മാത്രമല്ല കൂടുതലായി പൈസ മുടക്കിക്കൊണ്ടാണ് അവർ ഈ ബണ്ട് നിർമ്മിക്കുകയും ഒപ്പം തന്നെ ഈ മോട്ടർ വെച്ചുകൊണ്ട് ഈ വെള്ളം പറ്റിക്കുകയും ചെയ്ത് അതിൻ്റെതായ ഒരു നഷ്ടപരിഹാരം കിട്ടണമെന്നുകൂടി അവർ പറയുന്നു. അവസാനമായി എന്താണ് ചേട്ടാ ഏറ്റവും ഒടുവിൽ പറയാനുള്ളത്? ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പോൾ ഈ അവസ്ഥകൾ നിങ്ങൾ കണ്ടല്ലോ. ഞങ്ങൾക്ക് ഈ 2 വർഷത്തെ സബ്സിഡികൾ, അതായത് ഞങ്ങൾ പാടം സർക്കാർ സ്വന്തമായിട്ട് ചെയ്യണമെന്നും പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾ അതിന് പ്രോത്സാഹനം തന്നിട്ടാണ് ഞങ്ങളിത് പാടം സ്വന്തമായിട്ടാണ് പമ്പിങ് നടത്തുന്നത്. ഈ 2 വർഷത്തെ കുടിശ്ശിക ഇതുവരെ കിടക്കുക. 3700 രൂപ 2 വർഷത്തെ കുടിശ്ശിക ഞങ്ങൾക്ക് സർക്കാർ ഇതുവരെ തന്നിട്ടില്ല. ഈ കാശ് കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഫണ്ട് ഡെവലപ്പ് ചെയ്യാം. ഞങ്ങൾ ബ്ലേഡിൽ നിന്ന് എടുത്ത കാശ് കൊടുക്കാം, കർഷകർ രക്ഷപ്പെടും. ഇതുവരെ ഞങ്ങൾക്ക് ഈ ഫണ്ട് കിട്ടിയിട്ടില്ല, സബ്സിഡി. എന്തായാലും കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന്റെ സബ്സിഡി പോലും ഇത്തവണ കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും കർഷകരുടെ ദുരിതം പൂർണ്ണമായും ഒഴിവാകണമെങ്കിൽ സർക്കാരിന്റെ വലിയ ഇടപെടൽ തന്നെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന്റെ പ്രതിസന്ധി പോലും ഇപ്പോഴും നിലനിൽക്കുന്നതായി അവർ പറയുമ്പോൾ കൂടുതൽ കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നതാണ് ഈ കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ശരി, ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇനി പ്രതികരിക്കാം. ഈ വിഷയം കർഷകനഷ്ടങ്ങൾ, കാർഷിക മേഖലയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതിനുള്ള സമയമാണ്. ഇപ്പോൾ ഓമനക്കുട്ടൻ എന്ന പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് ചേരുന്നു. ഓമനക്കുട്ടൻ, പറയാം, താങ്കൾക്ക് ഈ പ്രളയവുമായി ബന്ധപ്പെട്ടുണ്ടായ അനുഭവം എന്താണ്? സാറേ, നമുക്ക് ഇതിനകത്ത് ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് പണ്ട് മുതലേ ഇതിനുള്ള ഈ കർഷകർക്ക് ഒരു ആനുകൂല്യങ്ങൾ ഒരു കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല ഇവര്. ഇത് യഥാർത്ഥത്തില് ഈ പ്രളയം ബാധിച്ചവർക്ക് ഇഷ്ടം പോലെ പൈസ, നേരത്തെ പ്രളയം ഉണ്ടായിട്ടുണ്ട്, അന്ന് ഇഷ്ടം പോലെ പൈസകൾ ഇട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന ഒരു സൗകര്യങ്ങൾ പോലും അവർക്ക് ഇന്നും അവർ കിടന്ന് നെട്ടോട്ട് ഓടി കരയുവാണ്. അവർ കിടന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കൊരു പൈസ പോലും കിട്ടിയിട്ടില്ല, വീട് വെച്ച് കൊടുത്തിട്ടില്ല. അവരുടെ ഒരു കാര്യം, ഒരു കർഷകരനോട് തന്നെ അവൻ എന്നും അന്നും ഇന്നും അവൻ ദുരിതം അനുഭവിക്കുക. അവന് വേണ്ടുന്ന ഒരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവനെ കൊല്ല ചെയ്യുക. ഇതുപോലെ ഇങ്ങനെ വന്നേറിയ ഒരു സർക്കാർ മാറി വരുന്ന സർക്കാരുകളെല്ലാം അവനെ തഴയുക. ആ തഴച്ചിൽ മാറ്റിക്കൊണ്ട് ഇനിയെങ്കിലും നല്ലൊരു പുതിയ ഒരു സംവിധാനം അനുസരിച്ച് കർഷകരെ നല്ലോണം മുന്നോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനുള്ള സംവിധാനം നമ്മുടെ എല്ലാ രാഷ്ട്രീയക്കാർക്കും, ഇവിടെ ഭരിക്കുന്ന രണ്ട് രാഷ്ട്രീയക്കാരാണ്, അവർ രണ്ടുപേരും നല്ലോണം മുതിർന്ന് നല്ല നല്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇന്ന് കർഷകർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടൂ. കർഷകർ ചെയ്യുന്നതിന് വിലയില്ല. കർഷകരുടെ കാര്യം എന്തും നമ്മൾ അറിയുന്ന, നമുക്ക് എവിടെ ചെന്നാലും നമ്മൾ നോക്കിയാലും കർഷകർ ദുരിതം അനുഭവിക്കുക. അത് മാറ്റിയെടുക്കാനുള്ള ഒരു നല്ല സംവിധാനം, നല്ല മന്ത്രിസഭ, നല്ല വ്യക്തികൾ, നല്ല മന്ത്രിമാര്, അങ്ങനെയുള്ള നല്ല ഭരണകൂടമാണ് നമുക്ക് കേരളത്തിനൊരു അത്യാവശ്യം. ശരി, നന്ദി ഓമനക്കുട്ടൻ. ഹരിപ്പാട്ട് നിന്ന് വിനീഷ് കുമാർ എന്ന പ്രേക്ഷകനും ചേരുന്നു. വിനീഷ് കുമാർ, പറയാം. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ചെറുതന പഞ്ചായത്തിലെ 2ാം വാർഡിൽ വിളിക്കുകയാണ്. പോച്ച എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് ഞങ്ങളുടെ. അവിടേക്ക് ഇപ്പൊ സാധാരണഗതി അവിടെ ക്യാമ്പിൽ പോകാത്ത കുറച്ച് പേരുണ്ട്. അത് കന്നുകാലികളും മറ്റ് മൃഗങ്ങളും ഒക്കെ ഉള്ളവർക്ക് ക്യാമ്പിൽ പോകാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ ഇവരുടെ എല്ലാം വീടുകളിൽ വെള്ളം കയറുകയാണ്. വെള്ളം കയറിയിട്ടും കട്ടിലൊക്കെ ഇസ്റ്റേ വെച്ച് പൊക്കി
അവിടെ താമസിച്ച ഒരു 35-40 കുടുംബങ്ങളുണ്ട്. ഈ അവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും ഭാവി കിട്ടാനില്ല എന്നൊരു ആശങ്കയുണ്ട്. കാരണം ക്യാമ്പിൽ പോവുകയോ രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ വയ്യാതെ അവിടെ വീട്ടിൽ തന്നെ കഷ്ടപ്പാട് സഹിച്ച് ജീവിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അത് നേരിൽ വന്ന് കാണാനോ ഒരു ചാനലുകാരോ ഒന്നും അവിടേക്ക് കയറിയിട്ടില്ല. മനസ്സിലായോ? എല്ലാവരും ഇപ്പൊ ആൾക്കാർ മരിച്ച ഭാഗത്ത് വടക്കൻ ജില്ലകളിലെല്ലാം സത്യമാണ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ സ്ഥിരമായിട്ട് കഷ്ടപ്പാട് വർഷത്തിൽ 2 തവണ വെള്ളം കയറുന്ന വീടുകളിൽ ആ ഏരിയ ഉള്ളവര് അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ കൃഷിനാശം, പച്ചക്കറി കൃഷി നശിച്ചു, നെൽകൃഷി സഹിച്ചു. ആ ഞങ്ങളുടെ പാടശേഖരം കംപ്ലീറ്റ് മടവീണ് പോയി. 2ാം കൃഷി ഇപ്പൊ മന്ത്രി പോലും പറയുന്നുണ്ട് 2ാം കൃഷി ചെയ്യണം. എല്ലാവരും ചെയ്യാത്ത കൊണ്ടാണ് വെള്ളം കയറിയെന്ന്. പക്ഷെ ചെയ്തിട്ടും മടവീണ് കഷ്ടപ്പാട് പറ്റിയ കുറച്ച് ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് അവിടെ ചെന്ന് ആ കാര്യങ്ങളും കൂടെ. നന്ദി വിളിച്ചതിന്. സുജിൻ കൊല്ലത്ത് നിന്നും ചേരുന്നു. സുജിൻ, പറയാം, താങ്കളുടെ അനുഭവം എന്താണ് ഈ പ്രളയകാലവുമായി ബന്ധപ്പെട്ട്? ഓക്കെ. അപ്പൊ നമ്മുടെ ഭാഗത്ത് അങ്ങനെ വലുതായിട്ട് ബാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ കൃഷി മേഖല, അതായത് നമ്മള് പ്രൈമറി ആയിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യം കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി അവർക്കായിരിക്കണം ആദ്യം തന്നെ സർക്കാരും അതുപോലെ നിങ്ങൾ മീഡിയാസും ഉൾപ്പെടെ ഉള്ളവർ സഹായം ചെയ്യേണ്ടത്. ഏറ്റവും അതായത് ആത്മഹത്യ പോലുള്ള ഏറ്റവും കൂടുതൽ ഏരിയാസ് ഈ കർഷകരാണല്ലോ. അപ്പൊ ഇനി അത് ഈ പ്രളയത്തിൽ കൂടുതൽ ഇനി നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവാതെ അത് ശ്രദ്ധിക്കണം. അപ്പം സർക്കാരും അനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തകർ എല്ലാവരും ഈ പറഞ്ഞ മേഖലകളിൽ പോയി സന്ദർശിക്കുകയും അവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ടും അതുപോലെ ആത്മവിശ്വാസവും കൊടുത്ത് ഇനിയൊരു ആത്മഹത്യ പോലും കേരളത്തിൽ കർഷകരുടെ ഇടയിൽ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ ജോസഫ് എന്ന പ്രേക്ഷകൻ ബാംഗ്ലൂരിൽ നിന്ന് ചേർന്നു. ജോസഫ്, ഈ കാർഷിക മേഖലയെ വല്ലാതെ അവഗണിക്കുന്ന സർക്കാരുകളാണ്. അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഈ പ്രളയ ദുരിതാശ്വാസത്തിൽ ഉൾപ്പെടുത്താൻ പലപ്പോഴും മടിക്കുന്നു, അല്ലെങ്കിൽ അവർക്കുള്ള ആനുകൂല്യങ്ങൾ സമയാസമയം വിതരണം ചെയ്യുന്നതിലുമൊക്കെ ഒരുപാട് അനാസ്ഥ ഉണ്ടാകുന്നു. എന്താണ് താങ്കളുടെ ഒരു നിലപാട് ഈ വിഷയത്തിൽ? ഞാൻ കുട്ടനാട്ടിൽ നിന്നുള്ളതാണ്. ചമ്പളമാണ് വീട്. ബാംഗ്ലൂർ സെറ്റിലായിരിക്കുന്ന ആളാണ്. ഇപ്പം യഥാർത്ഥത്തില് ഈ വാട്ടർ മാനേജ്മെന്റിന് ഗവൺമെന്റ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന് ഇസ്രായേലോ ഹോളണ്ടോ പോലെ രാജ്യങ്ങളായിട്ടുള്ള കൺസൾട്ടൻസി നടത്തി ഈ വലിയ ദുരന്തങ്ങൾ വരുമ്പോഴത്തേക്ക് അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി വളരെ പഠിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്, ഈ അസാമാന്യമായ സംഗതികളെ സംബന്ധിക്കുമ്പോൾ അസാമാന്യമായ കാര്യങ്ങൾ തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. ഇപ്പോൾ ഈ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കർഷകൻ ജീവിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ അതിശയമാണ്. ആ കവുങ്ങുകൾ പോയിരിക്കുന്നു, മൊത്തം പോയിരിക്കുന്നു ഒക്കെ വയനാട്ടിലെ സീൻ കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അത്യന്താപേക്ഷിതമായിട്ട് പണമാണ് വേണ്ടത്. ഈ പണം മറ്റുള്ളവരുടെ നമ്മളിങ്ങനെ പണം എന്ന് ചോദിക്കുന്നതിന് പകരം ഈ കോർപ്പറേഷനുകളും ബോർഡുകളും ഗവൺമെന്റ് വെള്ളാനങ്ങളായിട്ട് വർഷങ്ങളായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബോർഡുകളെയും കോർപ്പറേഷനുകളെയും പിരിച്ചുവിടുക, മന്ത്രിസഭയുടെ അംഗം അറ്റ്ലീസ്റ്റ് ഒരു പകുതിയായിട്ട് കുറയ്ക്കുക. ഇതിന് ശേഷം ആ ചെലവുകൾ, അതിൽ വരുന്ന പണം മുഴുവൻ ഈ കൃഷിക്കാർക്കായിട്ട് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് അടിയന്തരം, ഞാനീ പറയുന്നത് ഇനി ലോകാവസാനം വരെ ഒരു മന്ത്രിസഭ വേണ്ടെന്നല്ല പറഞ്ഞു, ഇപ്പോൾ ചെയ്യേണ്ടെന്നാണ് അവിടെയാണ് പറഞ്ഞത്. ഇപ്പൊ അടിയന്തരമായിട്ട് ആളുകളെ കാണിച്ചു കൊടുക്കുക. അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളെ പോലുള്ള ആളുകൾക്ക് നമുക്ക് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ചിന്ത ഉറലെടുക്കുകയും വലിയ ഒരു പണസമാഹരണം നടത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഓൺ ദ അതർ ഹാൻഡ്, ഈ ഗവൺമെന്റ് ധാരാളം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വാർത്തകളും കണ്ടു, ഈ ലീഗൽ അഡ്വൈസറായിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് പോലും 1,10,000 കൊടുത്ത് അപ്പോയിന്റ് ചെയ്യുന്ന പോലെ സീനുകൾ കാണും നമ്മൾ. അപ്പം ഇത് പണം ദൂർത്തടിക്കുന്ന ഒരു സർക്കാര് നിങ്ങൾ പണം താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ആൾക്കാർക്ക് പോലും കൊടുക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ മറന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ ശ്രീ ജോസഫ്, താങ്കളുടെ പ്രതികരണത്തിന്. ദുരിതാശ്വാസ പ്രവർത്തനത്തിന് പണം നൽകാനില്ലാത്തതിനാൽ വാഴക്കുല നൽകിയ കർഷകനാണ് രാജാക്കാട്ടെ അശോകൻ. ന്യൂസ് 18 വാർത്താ സംഘത്തിന് അശോകൻ കൈമാറിയ വാഴക്കുല കുട്ടികൾക്കുള്ള കുപ്പായമായി വയനാട്ടിലെത്തി. തുടർച്ചയായ 2ാം വട്ടവും പ്രളയത്തിൽ കൃഷി നശിച്ചതോടെ അശോകന്റെ കുടുംബം പട്ടിണിയിലാണ്. വൻനാശമുണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒപ്പം എൻ്റെയും കുറേ കൃഷികൾ നശിച്ചു പോകുകയുണ്ടായി. അതിൽ നിന്നും കയറാം എന്നുള്ള പ്രത്യാശയോടു കൂടിയാണ് 2019 ഞാൻ വീണ്ടും ഏത്തവാഴ കൃഷി ചെയ്തത്. ആ കൃഷിയിൽ 2018 ഓഗസ്റ്റ് മാസത്തിൽ തന്നെ 7, 8, 9 തീയതികളിൽ ഉണ്ടായ മഹാപ്രളയത്തിൽ ആ ചെയ്തിരിക്കുന്ന വളരെ പ്രതീക്ഷയോടുകൂടി ഞാൻ നട്ടുനനച്ച് വളർത്തിയ ആ വാഴ 600 വാഴ വെള്ളം കയറി പൂർണ്ണമായി നശിച്ചു പോവുകയും ബാക്കി 400 വാഴയോളം വെള്ളത്തിനകത്ത് മുങ്ങിപ്പോവുകയും ചെയ്തു. വ്യാപകമായ ഉരുൾപൊട്ടലിൽ ഇടുക്കി ജില്ലയിൽ കനത്ത കൃഷിനാശമാണ് ഉണ്ടായത്. മാങ്കുളമടക്കമുള്ള കാർഷിക മേഖലയിൽ കൃഷി തന്നെ ഇല്ലാതായ അവസ്ഥ. കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിന് ശേഷം ഇടുക്കി ജില്ലയിൽ മാത്രം ജീവനൊടുക്കിയത് 1 ഡസനിലധികം കർഷകരാണ്.
വായ്പകൾക്കുള്ള മൊറട്ടോറിയം പോലെയുള്ള പൊടിക്കൈകളിലൂടെ സർക്കാർ താൽക്കാലിക പ്രതിസന്ധി മറികടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർച്ചയായ 2ാം വർഷവും കൃഷി നശിച്ചു പെരുവഴിയിലായ കർഷകർ എന്തു ചെയ്യണമെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. സനീഷ് കുമാർ, ന്യൂസ് 18 ഇടുക്കി. പാലക്കാട്ട് നിന്ന് ജയപ്രകാശ് ഉണ്ട് ടെലിഫോൺ ലൈൻ. ജയപ്രകാശ്, പറയാം താങ്കളുടെ അനുഭവം. ഹലോ, കേൾക്കാമോ ജയപ്രകാശ്? കേൾക്കാം. പറഞ്ഞോളൂ സാർ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞങ്ങൾക്ക് ഈ പാലക്കാട് നിന്നും കഞ്ചിക്കോടിലെ ഒരു കഞ്ചിക്കോട് പാടശേഖര സമിതികളിലെ ഒരു കർഷകനാണ് ഞാൻ. ഞങ്ങളുടെ പരിസരത്ത് ഏരിയൊക്കെ പൊട്ടിപ്പോയി, പല നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു. അതിൽ നിന്നും ആ കാർഷിക കടങ്ങളൊന്നും യാതൊരു വക പരിഹാരമൊന്നും കണ്ടില്ല. അതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ ന്യൂസ് 18 ചാനലാണ് കുറെ കൂടുതൽ കവർ ചെയ്യണമെന്ന് തോന്നുന്നു. പക്ഷെ ഇതിനകത്ത് ഞാൻ ഇതിന് മുന്നേ ഞാൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. റിസൾട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊന്നും വന്നിട്ടില്ല സാർ. ഈ പ്രളയത്തിനും ഞങ്ങൾക്ക് ഇതുപോലെ കൃഷിയൊക്കെ നഷ്ടം വന്നു. ഇതിന് പരിഹാരമൊക്കെ ചോദിക്കാൻ പഞ്ചായത്തിന്റെ അടുത്തോ പരിസരത്തൊക്കെ പോയി ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് ആനപ്പുറത്തിരിക്കുന്നതിനെ കൊണ്ട് ചുണ്ണാമ്പ് കെട്ട കച്ചവടം. അവർക്ക് ഇത്രയും വലിയ വ്യാപകമായിട്ടുള്ള കേരളത്തിലുണ്ടായ നഷ്ടത്തിന് മുന്നിൽ നിങ്ങളുടെ ഈ കൃഷിയാണോ എന്നുള്ള രീതിയിലാണ് അവരുടെയൊക്കെ പെരുമാറ്റം. ഇതുപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈനിന്റെ ഭാഗമായിട്ട് ഒരു കുളത്തിന്റെ പരിസരത്ത് കൂടെ പോകുന്ന അത് പൊട്ടിത്തകർന്നിട്ട് അത് ശരിയാക്കി തരാനോ ഇല്ലെങ്കിൽ അതിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അതിലൂടെ ഉണങ്ങിയ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോ കളക്ടറുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ സംസാരിച്ചിട്ടും യാതൊരു വക പരിഹാരം ആയിട്ടില്ല. കളക്ടറിന്റെ ഭാഗത്തുനിന്ന് മറ്റേ സഹായം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗെയിലുകാർ പറയാൻ നിങ്ങളെ പോലെ 100 കണക്കിന് ആൾക്കാർ ഇതിനെ പോലെ സഹായം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യം മാത്രമായിട്ട് ഞങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കില്ല. ആ രീതിയിലാണ് ഇങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പാലക്കാട്ടിലെ ഒരു ആത്മഹത്യ എന്നുള്ളത് ഒരു ചെറിയൊരു വാർത്തയിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കും നമ്മുടെയൊക്കെ ഓരോ കർഷകന്റെ അവസ്ഥ. ശരി, നന്ദി ജയപ്രകാശ് പ്രതികരിച്ചതിന്. അടിമാലിയിൽ നിന്ന് തങ്കച്ചൻ എന്ന പ്രേക്ഷകനും ചേരുന്നു. തങ്കച്ചൻ, എന്താണ് ഇടുക്കിയിലെ ഒരവസ്ഥ? പൊതുവെ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയിൽ വലിയ നാശനഷ്ടം ഉണ്ടായല്ലോ. താങ്കളുടെ പ്രദേശത്തെ സാഹചര്യം എന്താണ്? തങ്കച്ചൻ കേൾക്കാമോ? പറഞ്ഞോളൂ. ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മാങ്കുളം പ്രദേശം എല്ലാം ഉരുൾപൊട്ടി നശിച്ചിരിക്കുകയാണ്. മൂന്നാർ ഭാഗങ്ങള് അടിമാലിയുടെ ചില ഭാഗങ്ങള്. അത് മാത്രമല്ല, ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഏറ്റവും കൂടുതൽ കർഷകർ അനുഭവിക്കുന്ന മലപ്പുറം ഭാഗങ്ങളിലേക്കുള്ള ഈ ദുരിതാശ്വാസ കളക്ഷൻ മന്ത്രിസഭ കൂടുതൽ കഴിഞ്ഞ തവണത്തെ പോലെ കൂടുതൽ ബലമായി തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് പിരിച്ചെടുക്കുകയും ഈ പാവപ്പെട്ട കർഷകർക്ക് നഷ്ടപരിഹാരമായി കൊടുക്കുകയും ഇനിയൊരു കർഷക ആത്മഹത്യ ഉണ്ടാകാത്ത രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, തങ്കച്ചൻ, അടിമാലിയിൽ തങ്കച്ചൻ എന്ന പ്രേക്ഷകനാണ് സംസാരിച്ചത്. വിലത്തകർച്ചയിൽ നട്ടം തിരിഞ്ഞിരുന്ന ഇടുക്കി ഹൈറേഞ്ചിലെ കർഷകർക്ക് പ്രളയം ഇരട്ടി പ്രഹരമായി. ഏത്തവാഴകൾ വ്യാപകമായി നശിച്ചു. വിളവെടുപ്പ് സമയത്ത് ഏലക്കായുടെ വിലയിടിഞ്ഞു. പാട്ടത്തുക പോലും തിരിച്ചുപിടിക്കാനാകാതെ കടക്കണിയിലേക്ക് കൂപ്പുകുത്തുകയാണ് ഹൈറേഞ്ചിലെ കർഷകർ. മണ്ണിൽ പൊന്നുവിളയിക്കുന്ന മലയോര കർഷകന് ഇനി പട്ടിണിയുടെ നാളുകളാകും. ഒപ്പം കടബാധ്യതയും. കാലാവസ്ഥാ വ്യതിയാനം ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയായി. യഥാസമയം വേണ്ട രീതിയിൽ മഴ ലഭിക്കാത്തത് ഏലം, കുരുമുളക് അടക്കമുള്ള നാണ്യവിളകളുടെയും വാഴ, പാവൽ പോലുള്ള തന്നാണ്ട് വിളകളുടെയും ഉൽപ്പാദനത്തിൽ വൻ കുറവുണ്ടാക്കി. വിലത്തകർച്ചയും തിരിച്ചടിയായി. വളം, കീടനാശിനി എന്നിവയുടെ വിലവർദ്ധനവ് ഉൽപ്പാദന ചെലവ് വർദ്ധിപ്പിച്ചു. വിളവ് വിറ്റാൽ പാട്ടത്തുക പോലും കിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. ഇത്തവണ കാലവർഷത്തിൽ വ്യാപകമായി ഏത്തവാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീണ് നശിച്ചതോടെ കർഷകർ കടക്കണിയിലേക്ക് കൂപ്പുകുത്തി. വാഴക്കൃഷി മുഴുവൻ വൻ പരാജയത്തിലേക്കാണ്. വിലത്തകർച്ച ഒന്നാമത്, പിന്നെ വെള്ളപ്പൊക്കം, വെള്ളം കയർച്ച, കാറ്റ്, അതെല്ലാം വാഴയെല്ലാം നശിച്ച് പൊക്കും. കഴിഞ്ഞ കൊല്ലത്തെയും പോയി, ഈ വർഷത്തെയും ഏതാണ്ട് 3/4% നശിച്ചു പോയിരിക്കുകയാണ്. ഏലക്കയുടെ വില കുത്തനെ ഇടിഞ്ഞത് എല്ലാ പ്രതീക്ഷകളും തകർത്തെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടി. നമുക്ക് ഏലകൃഷി വളരെ മോശമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരാഴ്ചക്കിടയ്ക്ക് തന്നെ 4000 രൂപ ഉണ്ടായിരുന്ന ഏലക്കായ്ക്ക് ഇപ്പോൾ 3000 മാറി. അത് മാത്രമല്ല, ഇപ്പോൾ ഇത് ഇന്നലെ പോയിട്ട് അന്വേഷിച്ചപ്പോൾ 2800 രൂപ എന്ന് പറഞ്ഞത്. ഈ അവസ്ഥയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ ഈ കൃഷി വളരെ മോശമാണ്. സാധാരണക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി മാറുകയാണ്. കാർഷിക മേഖലയിലെ തകർച്ച ഹൈറേഞ്ചിലെ സാമ്പത്തിക മേഖലയെയും സാരമായി ബാധിച്ചു. ന്യൂസ് 18 ഇടുക്കി. ആലപ്പുഴയിൽ നിന്നും അജിത്ത് എന്ന പ്രേക്ഷകനുണ്ട്. അജിത്ത്, പറഞ്ഞോളൂ.
എന്റെ പുന്നമടക്കായലിന്റെ കായൽ സൈഡിലാണ് ഞാനൊരു ഹോം സ്റ്റേ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട്. കഴിഞ്ഞ വർഷത്തെ വെള്ളപ്പൊക്കത്തിന് എന്റെ ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ഹോം സ്റ്റേകൾ പൂർണ്ണമായിട്ടും നശിച്ചു പോവുകയുണ്ടായി. പക്ഷെ ഞങ്ങൾക്ക് നാളിതുവരെ ഈ ടൂറിസത്തെ ബന്ധപ്പെടുത്തി ഒരു പൈസ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ബാങ്കിൽ നിന്ന് ലോണും മറ്റു കാര്യങ്ങളൊക്കെ എടുത്താണ് നടത്തിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ വള്ളക്കളയോടനുബന്ധിച്ച് ടൂറിസം മേഖലയ്ക്ക് ചെറിയ ഉണർവ് ഇവിടെ ഉണ്ടായി. പക്ഷെ നിർഭാഗ്യവശാൽ ഈ വള്ളക്കിളി മാറ്റിവെക്കുകയുണ്ടായി ഈ ഇപ്പോഴത്തെ ഈ വെള്ളപ്പൊക്കത്തിൽ. ഞങ്ങളെപ്പോലുള്ള ചെറുകിട ടൂറിസ്റ്റ് അഥവാ ഹോം സ്റ്റേ നടത്തിക്കൊണ്ടിരുന്നവർ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. ശരി അജിത്തെ, വിളിച്ചത് നന്ദി. ജോസഫ് എന്ന പ്രേക്ഷകൻ തെന്മലയിൽ നിന്നും. ജോസഫ് പറഞ്ഞോളൂ, താങ്കൾക്ക് ഈ കാർഷിക മേഖലയിൽ ആ ഭാഗത്ത് വ്യാപകമായ നഷ്ടമുണ്ടായിട്ടുണ്ടോ? വ്യാപകമായ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കല്ലട ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കൃഷി നശിക്കുകയൊക്കെ ചെയ്തതാണ്. ഇവിടെ കർഷകർക്ക് ഒരു ആനുകൂല്യവും കിട്ടുന്നില്ല. ഇവിടെ ഏലായുടെ തന്നെ പ്രധാനമന്ത്രിയുടെ ഏലായുടെ തന്നെ കൃഷിക്ക് പൈസ കൊടുത്താൽ പോലും ഇവിടെ കിട്ടാതെ ദുരിതത്തെ അനുഭവിക്കുകയാണ്. അതിനൊക്കെ ഈ കാർഷിക മേഖലയ്ക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല. ഇവിടെ ഇപ്പോഴത്തെ സർക്കാർ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ തന്നെ നൽകുന്ന മത്സ്യത്തൊഴിലാളികൾക്കാണ്. പക്ഷെ യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് കർഷക തൊഴിലാളികൾക്കാണ്. അവരും നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളുമാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. മഴയായി കഴിഞ്ഞാൽ പണിയില്ല, കർഷകരുടെ ആണെങ്കിൽ കൃഷികൾ മൊത്തം നശിക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഇവർ രണ്ടു കൂട്ടരുമാണ്. സർക്കാർ കടങ്ങൾ പോലും അവരുടെതാണ് എഴുതി തള്ളേണ്ടത്. മത്സ്യത്തൊഴിലാളികൾ കോടികൾ ഉണ്ടാക്കുമ്പോഴും അവരുടെ കടങ്ങളാണ് ഇപ്പോൾ സർക്കാർ എഴുതി തള്ളിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരെ ഞങ്ങളെപ്പോലുള്ളവർ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവർ എന്നതാണ്. ഞാനൊരു മത്സ്യത്തൊഴിലാളിയല്ല, ഞാനൊരു നിർമ്മാണ മേഖലയിലെ തൊഴിലാളിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു. ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ വയലെല്ലാം നന്നായി കിടക്കുകയാണ്. നിർമ്മാണ മേഖലയാണെങ്കിലും ഞാനൊരു ചെറിയൊരു കർഷകനാണ്. വാഴയോ അതുപോലെ കുത്തിവെച്ച് കൃഷികൾ എന്റെ പുരയിടത്തില് ഞാൻ നടക്കുന്നുണ്ട്. ഞാനിന്ന് പ്രധാനമന്ത്രിയുടെ അപേക്ഷ കൊടുത്തിട്ട് പോലും എനിക്ക് ഇന്നൊരു ആനുകൂല്യത്തിന് ഒരെന്തെങ്കിലും കിട്ടിയിട്ടില്ല. എന്നെക്കാട്ടും പുറവിന് കൊടുത്തവർക്ക് പോലും കാശ് കിട്ടിയ അനുഭവങ്ങളുണ്ട്. ശരി, നന്ദി പ്രതികരിച്ചതിന്. ചേലക്കരയിൽ നിന്നും അജിത്തും ചേരുന്നു. ചേലക്കരയിലെ അവസ്ഥ എന്താണ് അജിത്ത്? ചേലക്കരയിലുള്ള അവസ്ഥയല്ല, ഞാൻ പൊതുവെ ഇതിനെ കുറിച്ചുള്ള ഒരു കാര്യം പറയാനാണ് ഉദ്ദേശിച്ചത്. ഈ ഇതിലെ ഈ കൃഷി നാശനഷ്ടം സംഭവിച്ച സ്ഥലത്തല്ലേ കൊടുക്കുന്നതിന് പാട്ടത്തിനൊക്കെ എടുത്ത് ഭൂമി എടുത്തിട്ട് കർഷകർ പല ഘട്ടത്തിൽ ഇപ്പൊ ഞാൻ ഇന്നലേക്ക് റെസ്ക്യൂ ഓപ്പറേഷനായിട്ട് വയനാടൊക്കെ പോയപ്പോഴേ അതിനൊക്കെ നമുക്ക് മനസ്സിലാക്കി പാട്ടത്തിനെടുത്തിട്ട് ഭൂമി പാട്ടത്തിനെടുത്തിട്ട് കൃഷി ചെയ്ത ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചോളം അവർക്ക് സ്വന്തമായിട്ട് വേറെ പ്രോപ്പർട്ടി ഒന്നുമില്ല. ഇതെടുത്ത് കൃഷി ചെയ്ത് എന്തെങ്കിലും അതിന് ബെനിഫിറ്റ് ഉണ്ടാക്കി എടുക്കാമെന്നുള്ള രീതിയിലാണ് അവര് ചെയ്തുണ്ടായിരിക്കാം. പക്ഷെ അവിടെ അവർക്കൊക്കെ വന്ന നാശനഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് വീടിനാധീനമാണ്. ഇനി അവർക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാനായിട്ടുള്ള പാട് അറ്റ്ലീസ്റ്റ് ഒരു ഭൂമിയിലെ ആൾക്ക് എന്തെങ്കിലും നാളെ കൃഷി ചെയ്യാൻ അറ്റ്ലീസ്റ്റ് അവരുടെ നഷ്ടമല്ല എന്നല്ല. പക്ഷെ ഇങ്ങനെ വരുന്ന ആൾക്കാരെ സാധനം എവിടെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുക പോലും ഇല്ല. അങ്ങനെ പാട്ടത്തിനൊക്കെ എടുത്ത് ചെയ്ത ആൾക്കാരുടെയൊക്കെ കാര്യം അവർക്ക് ആ സ്ഥാനത്തിന് കൃഷിനാശനഷ്ടത്തിൽ റെക്കഗ്നൈസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പൊ അവരെ കൂടി ഇതിലൊന്ന് ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ ഏക്കർ കണക്കിന് ഇഞ്ചി കൃഷി ചെയ്യാനായിട്ടും അല്ലെങ്കിൽ മഞ്ഞൾ കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് ഏറ്റെടുത്തിട്ടുള്ള ആൾക്കാരുണ്ട് ഒരുപാട് പേര്. അപ്പൊ അവരെ കൂടി ഇതിലൊന്ന് ഇൻവോൾവ് ആക്കാൻ ഏതെങ്കിലും തരത്തിൽ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും. എനിക്കൊരു നിങ്ങളുടെ ചർച്ച കണ്ടപ്പോൾ അല്ലെങ്കിൽ ന്യൂസ് കണ്ടപ്പോൾ ഒന്ന് അഭിപ്രായം പറയാൻ തോന്നി. ഞാൻ ഇന്നലെ അവിടെ വയനാട് പ്രദേശത്ത് റെസ്റ്റിന് വേണ്ടി പോയിണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു തോട്ട് മനസ്സിൽ വന്നപ്പോൾ ഇതിന് കിട്ടിയ പ്ലാറ്റ്ഫോമിൽ വിളിച്ച് പറഞ്ഞാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി അജിത്ത്. പാലക്കാട്ട് നിന്ന് ജോസഫും ചേരുന്നു. ജോസഫ്, പാലക്കാട്ടെ സാഹചര്യങ്ങൾ ഞങ്ങൾ കുറച്ചു നേരമായി ദൃശ്യങ്ങളിൽ കാണിക്കുന്നുണ്ട്. ഒരുപാട് കർഷകർ ദുരിതത്തിലായി. എന്താണ് താങ്കളുടെ ഒരു അനുഭവം? ഹലോ, പറഞ്ഞോളൂ ജോസഫ്. കേൾക്കാമോ? പറഞ്ഞോളൂ. ഞാന് എന്റെ കുടുംബത്തില് ഏറ്റവും ഇളയാളാണ്. ഞാൻ മാത്രമേ കൃഷിയിലേക്ക് വന്നിട്ടുള്ളൂ. ഇപ്പോ ഗവൺമെന്റ് അടിയന്തര ശ്രദ്ധ പതിപ്പിക്കേണ്ടത് 35 വയസ്സിൽ താഴെ എത്ര പേര് കൃഷിയിലേക്ക് വരുന്നുണ്ട് എന്നത് ഗവൺമെന്റ് ശ്രദ്ധിക്കണം. ഇത് നാളെ നമുക്ക് ഭക്ഷ്യദൗർലഭ്യവും കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. കർഷകൻ പക്ക ദാരിദ്ര്യത്തിലാണ്. ഇന്ന് ചെറിയ തോതിൽ നമുക്കൊരു കാർഷിക കടാശ്വാസം ചെറിയ തോതിൽ പ്രഖ്യാപിച്ചത് കൊണ്ടോ ഈ മൊറട്ടോറിയം കൊണ്ടോ ഇവിടുത്തെ കർഷകർ രക്ഷപ്പെടില്ല. ഇതൊക്കെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ കർഷകർക്ക് കടം എഴുതിത്തള്ളി കൊടുക്കുകയും പുതിയ കടം കുറഞ്ഞ പലിശയ്ക്ക് കൊടുക്കുകയും കൃഷിക്ക് തക്കതായ നല്ല ഇൻഷുറൻസ് കൊടുക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിറ്റഴിക്കാൻ അവർക്ക് തന്നെ വില നിശ്ചയിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുകയും അവർക്കും അവരുടെ കുടുംബത്തിന് ഇൻഷുർ ഏർപ്പെടുത്തുകയും അവരുടെ കൃഷിക്ക് പൂർണ്ണമായ പിന്തുണ വിദേശ രാജ്യങ്ങളിൽ കൊടുക്കുന്ന പോലെ ഇപ്പൊ കൊടുക്കുന്നില്ലെങ്കിൽ വലിയ ദുരന്തം കേരളം നേരിടേണ്ടി വരും. ഇതിന് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ബാങ്കുകളും നടപടിയെടുക്കണം. ബാങ്കുകളുടെ ഭാഗത്തുനിന്ന്
ഇപ്പോഴും കർഷകർക്ക് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജപ്തിക്ക് വേണ്ട നടപടികളെടുക്കും. ഈ ഡിസംബർ കഴിഞ്ഞാൽ കർഷകർ കണ്ണീരിലാവും. വേനൽക്കാലത്ത് ഒരു പൈസ പോലും കർഷകന് വരുമാനമില്ലാത്ത സമയത്ത് ബാങ്കിന്റെ ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് വലിയ ദുരന്തം നേരിടും. വേണ്ട സഹായത്തിന് ഗവൺമെന്റ് ശ്രദ്ധിക്കണം. ശരി, പാലക്കാട്ട് നിന്ന് ജോസഫാണ് പ്രതികരിച്ചത്. ജോർജ് കോട്ടയത്ത് നിന്ന്. ജോർജ് പറയാം. ഞാനൊരു കർഷകനാണ്. 1.5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന. പറഞ്ഞോളൂ കേൾക്കാം. എനിക്കൊരു പരാതിയുള്ള, ഞാനൊരു 2016 ഒരു കർഷക പെൻഷൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഇതുവരെയും അവർ അത് അനുവദിച്ചില്ല. ഇപ്പൊ സർക്കാർ ഒരു 3000 രൂപ കർഷക പെൻഷന്റെ പദ്ധതിയായിട്ട് ഇറങ്ങുന്നു. പക്ഷേ ഈ 2016 അപേക്ഷ ഞാനിപ്പോ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇപ്പൊ നിർത്തിവെച്ചിരിക്കാന്നാണ് പറയുന്നത്. അതേപ്പറ്റി എനിക്ക് അവർ പറഞ്ഞല്ലായിരുന്നു. ഞാൻ പല പ്രാവശ്യം ചെന്ന് നോക്കി. എനിക്ക് 477 നമ്പർ കിട്ടി. ഞാൻ കൊടുത്തിട്ട് 1 വർഷം അല്ല 6 മാസം കഴിഞ്ഞ് ഇപ്പോൾ 475 വരെ ആയി. അടുത്ത് നിങ്ങളുടെ ആവുമെന്ന് പറയുന്നതല്ല, ഇതുവരെയും അത് ഒന്നും ആയിട്ടില്ല. എനിക്കിപ്പോ വയസ്സ് 64 കഴിഞ്ഞു. ഞാൻ ഇത് അപേക്ഷിച്ചിട്ട് 3 വർഷമായി. ഞാൻ സ്വന്തമായിട്ട് ഈ റബ്ബർ വെട്ടും സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു ആളാണ്. ശരി, ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അറിവ് കിട്ടോ? ഈ ഇത് നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. ശരി, അത് അധികൃതർ ശ്രദ്ധയിൽ പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജയമോഹൻ ആലപ്പുഴയിൽ നിന്നും. ജയമോഹൻ പറയാം. ജയമോഹൻ കേൾക്കാമോ? ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതും ഈ പാടശേഖരങ്ങളിലെ ഈ വെള്ളക്കെട്ട് നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ എല്ലാ പാടങ്ങൾക്കും 3 മീറ്റർ വീതിയിൽ. സാറേ കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. സാറേ നമ്മുടെ എല്ലാ പറഞ്ഞോളൂ. നമുക്ക് 3 മീറ്റർ വീതിയിൽ എല്ലാ പാടശേഖരങ്ങൾക്കും ഒരു റിംഗ് ബണ്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു 1.5-2 മീറ്റർ പൊക്കത്തില് അത് നല്ല കരിങ്കല്ല് കെട്ടിക്കൊണ്ട് നല്ല ഗ്രാവൽ തന്നെ അടിച്ച് നല്ല ബലവത്തായിട്ട് എല്ലാ പാടശേഖരങ്ങളിലും റിംഗ് ബണ്ട് കൊടുക്കുക. കുട്ടനാട്ടെ മുഴുവൻ കൃഷി ചെയ്യാം. മാത്രമല്ല 75,000 ഏക്കറോളം കൃഷി കുട്ടനാട്ടുണ്ട്. ഇത് 2 കൃഷി നമുക്ക് ഉൽപാദനം എടുക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ ചെറിയ ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ ചെറു പാലങ്ങൾ നിർമ്മിക്കണം. അതായത് 3 മീറ്റർ വീതിയുള്ള, ഉദാഹരണത്തിന് വേണ്ട പുളുങ്കുന്നില് നമുക്ക് കേൾക്കാം. പുളുങ്കുന്നില് പള്ളിക്കുട്ടമയും പുളുങ്കുന്നും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചെറുപാലമുണ്ട്. 10-25-30 വർഷമായിട്ട് പണിതാണ്. വലിയ തുകകളൊന്നും മുടക്കാതെ തന്നെ ചെറിയ തുകയ്ക്ക് ഇത്തരം കണക്ടിങ് പാലങ്ങൾ കുട്ടനാട് മുഴുവൻ സ്ഥാപിച്ചാൽ നമുക്ക് യാത്ര സുഖമാക്കുകയും ഇതുപോലെ ഈ വെള്ളക്കെട്ട് നമുക്ക് നിയന്ത്രിക്കാൻ ചെയ്യാം. കാരണം ഈ പാടശേഖരങ്ങളിൽ വെള്ളം 2 കൃഷി ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ്. ഇത് സ്വാമിനാഥൻ കമ്മീഷൻ കൊണ്ടുവന്ന പദ്ധതിയാണ്. ഇത് മുഴുവൻ മേഖലകളിലേക്കും ഇത് വ്യാപിപ്പിക്കണം. അപ്പൊ 3 മീറ്റർ വീതിയിൽ ഒരു 2 മീറ്റർ പൊക്കം നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല ഈ കരിങ്കല്ല് നമ്മൾ കൊണ്ടുവരുമ്പോൾ വണ്ടി നേരിട്ട് ചെറുവണ്ടികളിൽ അടിക്കുന്ന സംവിധാനത്തില് ഈ ബണ്ടുകൾ നമ്മൾ കേട്ടാൽ നമുക്ക് ഒത്തിരി കൂലിച്ചെലവിനത്തിൽ കുറവുണ്ട്. മറ്റു വള്ളങ്ങളിലൊക്കെ കയറി ഒത്തിരി നമുക്കത് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇത് നേരിട്ട് ചെയ്ത ഒരു വലിയ ഉപകാരമായിരിക്കും. ശരി, നന്ദി വിളിച്ചതിന് ജയമോഹൻ. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പ്രതിനിധി ശ്രീ ഫാദർ കൊച്ചുപുര, അദ്ദേഹം ടെലിഫോണിലുണ്ട്. ശ്രീ കൊച്ചുപുര, അവിടെ ആ മേഖലയിലൊക്കെ ഒരുപാട് കാര്യമായ നഷ്ടങ്ങൾ പ്രളയം, മഴ സൃഷ്ടിച്ചിട്ടുണ്ട്. അടിയന്തിരമായി എന്ത് പരിഹാരമാണ് ആവശ്യപ്പെടാനുള്ളത്? അതിനുള്ള പ്രവർത്തനങ്ങൾ കൃഷിവകുപ്പും സർക്കാരും ഒക്കെ ആരംഭിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ ഇടുക്കിയില് കഴിഞ്ഞ വർഷവും ഉണ്ടായ പ്രളയവും അതിന് തുടർച്ചയായിട്ട് ഈ വർഷം ഉണ്ടായ പ്രളയവും വ്യാപകമായ കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖല ആകെ തകർന്നു പോയിട്ടുണ്ട്. ഒത്തിരിയേറെ കൃഷിയെ നശിച്ചു പോയത് മാത്രമല്ല, ഒത്തിരിയേറെ ചെടികൾ അതിന്റെ പ്രൊഡക്ഷൻ ഇല്ലാതെ, ഉൽപാദനം ഇല്ലാതായി പോയി. ഇതെല്ലാം വലിയ തകർച്ചയിലാണ് എത്തി നിൽക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് ഈ വർഷത്തെ മഴയും കൂടെ വന്നപ്പോഴത്തേക്കും കൂടുതൽ നാശം കൂടുതലായിട്ടുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ മുമ്പിൽ കഴിഞ്ഞ വർഷം തന്നെ വളരെ ഗൗരവമായിട്ട് ഈ പ്രശ്നം എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് നിരന്തരമായ സമ്മർദ്ദവും ചർച്ചകളും നടന്ന പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ബഡ്ജറ്റില് ഗവൺമെന്റ് 5000 കോടിയുടെ കാർഷിക പാക്കേജ് ഇടുക്കിക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചത്. വാസ്തവത്തില് അത് ഒരു ഇനീഷ്യൽ പ്രാഥമിക പഠനം കഴിഞ്ഞിട്ടാണ് പാക്കേജ് പ്രഖ്യാപിച്ചത്. അത് മണ്ണ്, ജല സംരക്ഷണം, അതുപോലെ തന്നെ കാർഷിക മേഖല പുനരുദ്ധാരണം, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട വിളകളുടെ ഉൽപാദന വർധന തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പാക്കേജ് പ്രഖ്യാപിക്കപ്പെട്ടത്. എങ്കിലും നാളിതുവരെ അതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. ഇതിന്റെ പശ്ചാത്തലത്തില് ഇതിനെക്കുറിച്ച് ഗൗരവമായ ചർച്ചകൾ ഉണ്ടാകണമെന്നും വേണ്ടത്ര നടപടിക്രമങ്ങൾ ആലോചിക്കണമെന്നും പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ്. ഈ കാര്യത്തിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫീസറെ ഇടുക്കിക്ക് വേണ്ടി നിയോഗിക്കണം. അദ്ദേഹത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സംഘടനകളും പ്രതിനിധികളും ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് ഒരു ചർച്ച നടത്തി ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളെ പ്ലാനിങ് തയ്യാറാക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്.
പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം വലിയ പ്രതിഷേധം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. കാര്യമായ പുരോഗതിയൊന്നും കാർഷിക മേഖലയിൽ ഈ പ്രളയത്തിന് ശേഷം ഉണ്ടായിട്ടില്ല. നന്ദി ശ്രീ ഫാദർ കൊച്ചുപുരയ്ക്കൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ സഞ്ജയ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു, പ്രേക്ഷകനാണ്. സഞ്ജയ് പറയാം. സഞ്ജയ് കേൾക്കാമോ? ഈ ഓണസമയത്ത് തന്നെ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കാർഷിക മേഖല ഒരുപാട് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. സർക്കാർ അത് വേണ്ട ഗതിയിൽ പരിശോധിക്കുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, നന്ദി പ്രതികരിച്ചതിന്. പാലക്കാട് യലവഞ്ചേരിയിൽ കോടിക്കണക്കിന് രൂപയുടെ പച്ചക്കറി കൃഷി നശിച്ചിട്ടും കൃഷി വകുപ്പ് ഇടപെടുന്നില്ലെന്ന് പരാതി. കർഷകർക്കുണ്ടായ നഷ്ടം പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് സമരത്തിനൊരുങ്ങുകയാണ് കർഷകർ. സംസ്ഥാനത്തെ പ്രധാന പച്ചക്കറി ഉൽപാദന കേന്ദ്രങ്ങളിലൊന്നായ യലവഞ്ചേരിയിൽ 300 ഏക്കറോളം പച്ചക്കറി കൃഷി നശിച്ചിട്ടും കൃഷിവകുപ്പ് കാര്യക്ഷമമായി ഇടപെടാത്തതാണ് കർഷകരുടെ പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത്. കൃഷിവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ കേരളയാണ് പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നത്. എന്നാൽ കനത്ത മഴയിൽ പച്ചക്കറി കൃഷി നശിച്ചിട്ടും അധികൃതർ വാഗ്ദാനങ്ങളല്ലാതെ സഹായങ്ങൾ ഒന്നും നൽകുന്നില്ലെന്ന് കർഷകർ ആരോപിക്കുന്നു. കൃഷി മൊത്തം നശിച്ചുപോയി. അതിൻ്റെ വേണ്ട സഹായങ്ങൾ സർക്കാരിനോടൊപ്പം നിന്ന് നമ്മൾ പങ്കാളികളാവുകയും ചെയ്തു. പക്ഷേ കേന്ദ്രത്തിൽ നിന്നും സർക്കാരിൽ നിന്നും വരുന്ന ഫണ്ടുകൾ കാർഷിക മേഖലയ്ക്ക് വേണ്ട രീതിയിൽ നമുക്ക് എത്തുന്നില്ല. ഞങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ മാർഗവുമില്ല. വളരെ തുച്ഛമായ എന്ന് പറഞ്ഞാൽ ഏക്കറയ്ക്ക് 2000 രൂപ ഇതൊക്കെയാണ്. അതുകൊണ്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഇത്രയും വലിയ നാശനഷ്ടമുണ്ടായിട്ടും കൃഷിവകുപ്പിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരോ സ്ഥലം MLAയോ തിരിഞ്ഞു നോക്കിയില്ലെന്നും ഇവർക്ക് പരാതിയുണ്ട്. കാർഷിക വിളകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതും മുഖേന ലഭിക്കുന്ന തുക അപര്യാപ്തമാണെന്നാണ് കർഷകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക സഹായം വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 പാലക്കാട്. ദുരിതപ്പാടം എന്ന ഈ പ്രത്യേക പരിപാടി സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ ഈ പ്രളയം വരുത്തിവെച്ച, കഴിഞ്ഞ പ്രളയത്തിന് ശേഷം ഒരു വർഷത്തിനകമുണ്ടായ അടുത്ത പ്രളയം, അത് കാർഷിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. ജില്ലാ വ്യത്യാസമില്ലാതെ മഴ പെയ്ത എല്ലായിടത്തും കൃഷി പൂർണ്ണമായും നശിച്ചു. ഏതാണ്ട് 2200 ഏക്കർ കൃഷിഭൂമി കർഷകർക്ക് നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. 31,015 ഏക്കറിലെ കൃഷി നശിച്ചു. 5204 ഏക്കറിലെ വാഴക്കൃഷി, 1863 ഹെക്ടറിലെ പച്ചക്കറി കൃഷി, അത്തരത്തിൽ ഓണവിപണിയിലേക്കുള്ള പച്ചക്കറി അടക്കം നശിച്ച സാഹചര്യം കേരളത്തിലുണ്ട്. കർഷകർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കിട്ടണം. അവരെ അടുത്ത തവണ വീണ്ടും കാർഷിക രംഗത്തേക്ക് ഇറങ്ങാനുള്ള സംവിധാനം, അതിനുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കണം. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉയർന്നു വരുന്നത്. ഇപ്പോൾ സംസാരിച്ച പ്രേക്ഷകരൊക്കെ ആവശ്യപ്പെട്ടതും ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞതും അക്കാര്യങ്ങൾ തന്നെയാണ്. ആ രീതിയിലുള്ള മാറ്റം ഈ മേഖലയിൽ ഉണ്ടാകണം, സർക്കാരിൻ്റെ ഇടപെടലുണ്ടാകണം. ശ്രീ PV അൻവർ MLAയും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PV അൻവർ, ആ മേഖലയിൽ കാർഷിക രംഗത്തുണ്ടായ നാശനഷ്ടം വിവരണാതീതമാണ്. അടിയന്തരമായി എന്ത് നടപടികൾ സർക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്? എന്തെങ്കിലും അനുകൂല പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? അല്ല, സർക്കാരിനെ സംബന്ധിച്ച് കാർഷിക മേഖല മാത്രമല്ല, അറിയാലോ, ഒരു പ്രദേശം ഒന്നാകെ കച്ചവട സ്ഥാപനങ്ങളായാലും വീടുകളായാലും സ്ഥാപനങ്ങളായാലും എല്ലാം തകർന്നടിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇതൊരു സാധാരണ ഒരു വെള്ളപ്പൊക്കം വന്ന് കൃഷി നശിച്ച് അതിന് കൃഷിനാശം എന്നതിന് സർക്കാർ കോമ്പൻസേറ്റ് ചെയ്യുന്നത് പോലെയുള്ള ഒരു കോമ്പൻസേഷൻ കൊണ്ട് തീരുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഭൂമി തന്നെ പല സ്ഥലത്തും പെരമാറിയിരിക്കുകയാണ്. പറമ്പ് പുഴയും തോടുമായിരിക്കുകയാണ്. വയലുകൾ കല്ലും മണ്ണും മരങ്ങളും വന്നടിഞ്ഞ് മരുഭൂമി പോലെയായിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ അതിനെ ഏത് രീതിയിൽ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും, കർഷകരെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ളത് സർക്കാർ ഒരു ആലോചന നടത്തിയതിനു ശേഷം തന്നെ പറയാൻ സാധിക്കൂ. എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും സഹായിക്കാൻ തയ്യാറായുള്ള സർക്കാരുണ്ട്. സഹായങ്ങൾ നൽകാമെന്ന് മുഖ്യമന്ത്രി വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിമാർ കാര്യങ്ങൾ ഇവിടെ വന്ന് ഓരോ ദിവസവും പഠിച്ച് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുന്നുണ്ട്. ഇന്നലെ AK ബാലൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു. ഇപ്പോ PWD മിനിസ്റ്റർ സുധാകരൻ രാവിലെ തൊട്ട് 8 മണി തൊട്ട് ഇവിടെ ഫീൽഡിലാണ്. അദ്ദേഹം PWDയുമായി ബന്ധപ്പെട്ട തകർച്ചകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് പിന്തുണ പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് മന്ത്രി AK ശശീന്ദ്രൻ ഉച്ചയ്ക്ക് ശേഷം വരുന്നുണ്ട്. ഈ പ്രളയ ബാധിത പ്രദേശങ്ങളിലേക്ക് സ്പെഷ്യൽ സർവീസ് നടത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പരിഗണിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സർക്കാരിനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ എല്ലാ വഴിക്കും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ജനങ്ങൾ ആ കാര്യത്തിൽ സംതൃപ്തരാണ് എന്നാണ് ഈ ജനങ്ങളുടെ യാത്രയും എനിക്ക് മനസ്സിലാവുന്നത്. ശരി, നന്ദി ശ്രീ PV അൻവർ MLA പ്രതികരിച്ചതിന്. ഇപ്പോൾ ശ്രീ PC സിറിയക്ക് അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PC സിറിയക്ക്, ഈ പറഞ്ഞതുപോലെ വല്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ കാർഷിക മേഖല. തുടർച്ചയായ 2 പ്രളയങ്ങൾ വല്ലാതെ തകർത്ത് കഴിഞ്ഞു. കഴിഞ്ഞ പ്രളയത്തിൽ പോലും നഷ്ടപ്പെട്ട നഷ്ടപരിഹാരമടക്കം ലഭിക്കാനുള്ള കർഷകർ പലരുമുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്.
ഇത്തവണ വീണ്ടും അവർക്ക് ആഘാതമായി മറ്റൊരു പ്രളയം കൂടി. ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം എന്താണ്? ഇവരെ വീണ്ടും കൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, കാർഷിക മേഖല ഒരു അഭിമാനമായി കർഷകന് കാണാൻ, ഇറങ്ങുന്നവന് നഷ്ടമില്ലാതെ തിരിച്ചു കയറാൻ, അതിനൊക്കെ എന്ത് സംവിധാനങ്ങൾ നമ്മൾ അടിയന്തരമായി ആലോചിക്കേണ്ടതുണ്ട്? സാധാരണ ഒരു പ്രളയം വന്നു കഴിഞ്ഞ് നഷ്ടം ഉണ്ടാകുമ്പോൾ രണ്ട് വിധത്തിലുള്ള റിലീഫ് മെഷേഴ്സ്. ഒന്ന് ഇമ്മീഡിയറ്റ് റിലീഫ്, അവർക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട റിലീഫ് ഉടനെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പെർമനന്റ് റീഹാബിലിറ്റേഷൻ. ഉദാഹരണമായിട്ട് ശ്രീ അഞ്ഞൂറ് പറഞ്ഞപ്പോൾ ഇപ്പം പറഞ്ഞു കേട്ടു, മണ്ണ് വന്ന് അടിഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും, കൃഷിസ്ഥലത്ത് 10-15 അടിയൊക്കെ തിക്നെസ്സിൽ, കനത്തിൽ മണ്ണ് വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ണ് നീക്കി കഴിഞ്ഞാൽ മാത്രമേ അവിടെ വീണ്ടും കൃഷിക്ക് ഉപയുക്തമാക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും നെൽപ്പാടങ്ങളൊക്കെ ആണെങ്കിലും. മറ്റ് കൃഷിസ്ഥലങ്ങളാണെങ്കിലും അതിന്റെ ഒരു കാർഷിക വിദഗ്ധന്മാരെ കൊണ്ട് ഒന്ന് ഇമ്മീഡിയറ്റ് റിലീഫ്, മറ്റത് പെർമനന്റ് റീഹാബിലിറ്റേഷൻ. ഇത് രണ്ടിനുമുള്ള നടപടി എടുക്കണം. പിന്നെ സ്ഥിരമായിട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ കാർഷിക മേഖല ഇപ്പൊ തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ കുറെ നാളായിട്ട് നമുക്കിവിടെ ഒരു കൃഷിയേ ഉണ്ടായിരുന്നുള്ളൂ, എളുപ്പമെങ്കിലും പിടിച്ചു നിന്നത് റബ്ബർ. അതും കഴിഞ്ഞ 3-4 കൊല്ലത്തെ സർക്കാരിന്റെ, കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളുടെ ഫലമായിട്ട് പ്രൊഡക്ഷൻ പകുതിയായിട്ട് കുറഞ്ഞു, ഇറക്കുമതി വർദ്ധിച്ചു, കൃഷിക്കാരന് വിലയില്ല, അതും അപജയത്തിലാണ്. ഈ അവസരം ഉപയോഗിച്ച് നമ്മൾ കേരളത്തിലെ കാർഷിക മേഖല മുഴുവൻ നവീകരിക്കുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിക്കാണ് രൂപകൽപ്പന ചെയ്യേണ്ടത്. അത് പ്രധാനമായിട്ട് ഏറ്റവും കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് റിലീഫും റീഹാബിലിറ്റേഷനും എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് ഒരു ന്യായമായ വില ഉറപ്പുവരുത്തണം വിളവെടുപ്പിന്റെ സമയത്ത്. കർഷകന് എന്നും പറ്റുന്ന ഒരു പ്രശ്നമാണ്. വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകി നമ്മൾ അത് കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കും. ചെല്ലുമ്പോഴേക്കും വിപണനത്തിനെത്തുമ്പം ന്യായ വില കിട്ടുന്നില്ല. അത് തറവില, ന്യായവില സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വിശ്വസനീയമായ നല്ല ഒരു സംവിധാനം വേണം സർക്കാരിന്റെ കയ്യിൽ. ഓരോ വിളയ്ക്കും അത് ഉറപ്പുവരുത്തിയാലേ ഇവിടെ കൃഷി മേഖല രക്ഷപ്പെടുകയുള്ളൂ. മറ്റു നമുക്കൊരു വലിയ പ്രശ്നം, ആവശ്യത്തിന് തൊഴിലാളികളില്ല. അതിന് ഒറീസയിൽ നിന്നും ബീഹാറിൽ നിന്നും ആസാമിൽ നിന്നും ഒക്കെ വരുന്നവരുണ്ട്. അവരെ കൊണ്ട് കുറേയൊക്കെ പണി ചെയ്യിച്ചാൽ പോലും കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം, മെക്കനൈസേഷൻ ചെയ്യാൻ ഏറ്റവും പറ്റിയ ഒരു അവസരമാണിത്. അതിനും ചെറിയ യന്ത്രങ്ങൾ, ഉദാഹരണമായിട്ട് ഇപ്പം റബ്ബർ തൈ അല്ലെങ്കിൽ തെങ്ങിൻ തൈ ഒഴിച്ചു വയ്ക്കാൻ വേണ്ടിയുള്ള കുഴിയെടുക്കണം. ഈ കുഴിയെടുക്കാൻ വേണ്ടി വലിയ യന്ത്രമൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇതൊക്കെ മടക്കി കൈ വെച്ചുകൊണ്ട് നടക്കാവുന്ന ഒരു ചെറിയ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ, ചെറിയൊരു ബോറിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ, അതുകൊണ്ട് നമുക്ക് കുഴി ഒരാൾ തന്നെ കുഴിയെടുക്കും. അപ്പൊ അത്യുത്തിരായാലും കാർഷിക മേഖലയിലേക്ക് ഇറങ്ങാൻ ഇത്തരത്തിലുള്ള സംവിധാനം സഹായകരമാണ്. നന്ദി സാർ, താങ്കളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾക്കും ഈ അവസരത്തിൽ പ്രതികരിച്ചതിനും. കഴിഞ്ഞ 2 മണിക്കൂറായി കാർഷിക മേഖല നേരിട്ട വലിയ ദുരന്തം, സംസ്ഥാനത്തുടനീളം കർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധി, അത് തന്നെയാണ് ചർച്ച ചെയ്ത്. നിരവധി അതിഥികൾ പങ്കെടുത്തു, കർഷകർ അവരുടെ വിഷമതകൾ പങ്കെടുത്തു, സംസ്ഥാനത്തിൻ്റെ ഉടനീളമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ദൃശ്യങ്ങൾ പങ്കുവച്ചു. ഞങ്ങളുടെ പ്രതിനിധികളൊപ്പം അവരുടെ അനുഭവങ്ങൾ കർഷകർക്കൊപ്പം നിന്ന് പറഞ്ഞുവെച്ചു. നന്ദി പ്രേക്ഷകർക്കും.